Good afternoon. Good afternoon, Miss. Good Good afternoon. afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Okay. കുറച്ച് പേരും കൂടി വരട്ടെ കേട്ടോ. ഒരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നില്ലേ, ചെയ്തോ എല്ലാവരും? ഓക്കെ മാം, ചെയ്തായിരുന്നു. നിങ്ങൾക്ക് എല്ലാവരും ഒരു ചെയറിലാണോ ഇരിക്കുന്നത്? ചെയറിലാണോ ഇരിക്കുന്നത്? ചെയറിലാണ്. 2 minutes കൂടി നോക്കാം, എല്ലാവർക്കും കൂടി ഒന്ന് വരട്ടെ കേട്ടോ. Good afternoon, Miss. Good afternoon. Good afternoon, Miss. Good afternoon, ma'am. Okay. ഓക്കെ, ആരെങ്കിലും തയ്യാറ് പാടുന്നുണ്ടോ? ആരാണ് തയ്യാറായിരിക്കുന്നത്? സൗണ്ട് ക്ലിയർ അല്ല. പ്രേയർ പാടാനാ പറഞ്ഞത്. ആരാണ് തയ്യാറെന്ന് വെച്ചാൽ പാടും കേട്ടോ. മാം, ഞാൻ തയ്യാറാണ്, പക്ഷെ ഒരുപാട് പ്രാവശ്യം പാടിയുണ്ട്. എന്താ? ഞാൻ തയ്യാറാണ്, പക്ഷെ ഒരുപാട് പ്രാവശ്യം പാടിയുണ്ട്, ചൊല്ലിയുണ്ട്, പ്രയർ പറഞ്ഞിട്ടുണ്ട്. സാരില്ല, ചൊല്ലിക്കോ. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We shall overcome, we shall overcome, we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you. നിങ്ങൾ ഇരിക്കുന്ന പൊസിഷൻ, നിങ്ങൾ സ്ഥലത്താണ് ഇരിക്കുന്നത്. ഞാൻ പറഞ്ഞു, ചെയറിലാണോ ഇരിക്കുന്നത്? യെസ്, ചെയറിലാണ് ഇരിക്കുന്നെങ്കിൽ നട്ടല് നിവർന്നു നിരുന്നേ. നട്ടല് നിവർത്തി വന്നിരുന്നേ. നമ്മുടെ കൈകൾ രണ്ടും മുട്ടിലേക്ക് വെക്കുക. മുട്ടിൽ വെക്കുക. എങ്ങനെയാണ് വെക്കേണ്ടത്? ചിൻമുദ്രയിൽ വെക്കുക കേട്ടോ. ചിൻമുദ്രയിൽ വെക്കുക. ഫസ്റ്റ് ഞാൻ പറഞ്ഞു തരാം, നമ്മൾ ഒപ്പം ചെയ്യാണ് കേട്ടോ. ജസ്റ്റ് ഒരു യോഗ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, ജസ്റ്റ് ഒരു പ്രാണായാമം. ഓക്കെ, ബ്രീത്തിങ് എക്സസൈസ് ആണ് കേട്ടോ. ഇതാണ് ചിൻമുദ്ര. കണ്ടോ? ചിൻമുദ്ര ഇതേപോലെ പിടിച്ചിട്ട് എന്താണ്
നമ്മുടെ മുട്ടില് ഇങ്ങനെ വെക്കുക, നമ്മുടെ മടിയിൽ ഇങ്ങനെ വെക്കുക, നിവർന്ന് വെക്കുക. അതിനുശേഷം കണ്ണുകൾ അടയ്ക്കുക. ഞാനൊന്ന് പറഞ്ഞു തരാനാണ്, അതിനുശേഷം ചെയ്യാം കേട്ടോ. നിവർന്നിരിക്കുക, കണ്ണുകൾ അടയ്ക്കുക, ബ്രീത്ത് ഇൻഹേൽ ചെയ്യുക, എക്സൈൽ ചെയ്യുക. കുറച്ചു നേരം അങ്ങനെ ഇരിക്കുക. പിന്നെ ഞാൻ പറയുന്ന ഒരു ആക്ടിവിറ്റി നിങ്ങൾ കണ്ണുകൾ അടച്ച് തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ ആണോ പറഞ്ഞത്? Yes, ma'am. Okay. ഓക്കെ. അപ്പൊ എല്ലാവരും അത്തരം നിവർന്ന് ചെയ്ത് മുദ്രയിൽ ഇരുന്നേ. Then close your eyes. Then close your eyes. Breathe in. ഹോൾഡ് ചെയ്യാം കേട്ടോ. കുറച്ചു നേരം ഒന്ന് ഹോൾഡ് ചെയ്യാം. Breathe out. Breathe in. ഹോൾഡ് ചെയ്യാം. Breathe out. Then repeat. Breathe in. Breathe out. Breathe in. Breathe out. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവന്നേ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരുക. ആ വ്യക്തി നമ്മളുടെ തൊട്ട് മുന്നിലത്തെ ചെയറിലിരുന്ന് നമ്മളുടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നതായി നിങ്ങൾ സങ്കല്പിക്കുക. ആ വ്യക്തിയെ നോക്കി നിങ്ങളൊന്ന് പുഞ്ചിരിച്ചേ. പ്ലീസ് സ്മൈൽ. നന്നായി പുഞ്ചിരിക്കൂ. ആ വ്യക്തി തിരിച്ചു നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? യെസ്, കാണാം. Yes. ആ ആളുടെ മുഖം നമ്മൾ കുറച്ചുകൂടി ഒന്ന് അടുത്തേക്ക് സൂം ചെയ്തേ. ആ വ്യക്തി നമ്മുടെ തൊട്ടടുത്തായി വന്നിരിക്കുന്നതായിട്ടൊന്ന് സങ്കല്പിക്കൂ. തൊട്ടടുത്തായിട്ട്. വീണ്ടും പുഞ്ചിരിക്കുക. വീണ്ടും പുഞ്ചിരിക്കൂ. അതേ അവസ്ഥയിൽ തന്നെ തുടരുക കേട്ടോ. അതേ അവസ്ഥയിൽ തുടരുക. നമ്മളുടെ കണ്ണുകളെ മനസ്സിൽ വിചാരിക്കുക. നമ്മളുടെ കണ്ണുകൾ. നമ്മളുടെ മുഖം. നമ്മളുടെ മുഖം. നമ്മളുടെ ഇരു കൈകൾ. നമ്മളുടെ ഇരു കൈകൾ. നമ്മളുടെ ഇരു കാലുകൾ. നമ്മളുടെ പാദങ്ങൾ. നമ്മളുടെ ശരീരത്തെ പൂർണ്ണമായി മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങളുടെ ശരീരത്തെ പൂർണ്ണമായി മനസ്സിൽ കൊണ്ടുവരിക. ഹെഡ് ടു ഫുട്ട്. ബ്രീത്ത് ചെയ്യാം. ബ്രീത്ത് ഇൻ. ബ്രീത്ത് ഔട്ട്. Breathe in, breathe out.
ഒരു ചെറു പുഞ്ചിരിയോടെ നമ്മുടെ കണ്ണുകൾ മെല്ലെ മെല്ലെ തുറക്കാം. സ്ലോലി ഓപ്പൺ യുവർ ഐസ്. സ്ലോലി 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 സ്ലോലി. കണ്ണുകൾ തുറന്നോ? Yes, ma'am. How do you feel? എന്താണ് നിങ്ങളുടെ ഫീൽ? Yes. Yes. ഒരു റിഫ്രഷിംഗ് ഫീൽ. യെസ്, ഒന്ന് റിഫ്രഷ് ആയി അല്ലേ? വേറെ എന്തെങ്കിലും തോന്നിയായിരുന്നോ? ഹാപ്പി ആയി. മനസ്സൊക്കെ ക്ലിയർ ആയോ? എവിടെയോ പോയി തിരിച്ചു വന്നതാന്ന് തോന്നി. ഓക്കെ, നമ്മളത് എന്തിനു വേണ്ടിയാ ചെയ്തത്? നമ്മള് മനസ്സൊന്ന് ക്ലിയർ ആകാൻ മൈൻഡ് റിലാക്സ് ആകും. നിങ്ങളുടെ മൈൻഡും റിലാക്സ് ആവാനും ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മള് ഇത്തരത്തിലൊരു ബ്രീത്തിങ് എക്സസൈസ് ചെയ്തത് അല്ലെ. നമുക്കിത് ഓരോ ക്ലാസ്സുകളിൽ ഓരോന്നായിട്ട് ചെയ്യാം. നമുക്ക് ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ഓരോ 1 2 വെച്ച് ചെയ്യാം. നിങ്ങൾ ഇനീഷ്യേറ്റീവ് എടുത്ത് നിങ്ങൾ പഠിച്ചുകൊണ്ട് വരിക. ഏതെങ്കിലും ഒരു ആസനങ്ങളോ യോഗയോ ഏതെങ്കിലും ഒരു എക്സസൈസിലോ നിങ്ങൾ പഠിച്ചുകൊണ്ട് വരുന്നത് നമ്മുടെ ക്ലാസ്സിന്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്കത് അവതരിപ്പിക്കും. ഓക്കെ, ബ്രീത്തിങ് എക്സസൈസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്തോ ഇരുന്നു കൊണ്ട് കാണിക്കാൻ പറ്റുന്നത് എടുത്തു കേട്ടോ. എന്തിനെ കുറിച്ചിട്ടാ? എന്തോ എന്തെങ്കിലും ടോപ്പിക് ഉണ്ടോ? അത് ഇഷ്ടമുള്ളത് എന്തെങ്കിലും കാണിക്കുക. നൈന ക്ലിയർ ആവുന്നില്ല കേട്ടോ. എന്തെങ്കിലും ടോപ്പിക് ഉണ്ടോ മിസ്സേ? നൈന ചോദിക്കണമെന്ന് ക്ലിയർ ആവുന്നില്ല. മെസ്സേജ് ചെയ്യോ? ഓക്കെ, ടീച്ചർ വേറൊരു കാര്യം കൂടി പറയാം. നമ്മള് സൈൻ ഇൻ സൈൻ ഔട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? സൈൻ ഇൻ സൈൻ ഔട്ട് എന്നൊക്കെ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. എന്താണ് സൈൻ ഇൻ എന്ന് പറഞ്ഞാല്? സൈൻ ഇൻ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ അക്കൗണ്ട് ലോഗിൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്യാം. സൈൻ ചെയ്യാനല്ല, സൈൻ ഇൻ. സൈൻ ഇൻ ഗോപിക ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞേ. ഫോർ എക്സാമ്പിൾ ഇമെയിൽ, ഫേസ്ബുക്ക് അങ്ങനെയൊക്കെ ആണെങ്കിൽ അതിൽ നമ്മൾ സൈൻ ഇൻ ചെയ്ത് അതിന്റെ അകത്തേക്ക് പ്രവേശിക്കുക, ഓപ്പൺ ചെയ്യുക. അല്ല, നമ്മള് റേഡിയോ സ്റ്റേഷനിൽ നിന്നും ആർജെകളെ സംസാരിക്കുന്ന കേട്ടിട്ടില്ലേ? അവരെന്താ പറയുന്നത്? തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും ഒരു കോട്സ് പറയും, അല്ലെങ്കിൽ ഒരു പ്രോവർബ് പറയും അല്ലേ? ഇന്നത്തെ ദിവസത്തെ കുറിച്ച്, ഇന്നത്തെ ദിവസം മനോഹരമാക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കോട്സ് പറഞ്ഞിട്ട് എന്നറിയും സൈൻ ഇൻ ബൈ ആരാണെന്ന് പറയും? അല്ലേ? അതുപോലെ നമ്മൾ എന്താ ചെയ്യാൻ പോണത്? നിങ്ങളും അതുപോലെ നിങ്ങളും ഓരോ ആർജയാണെന്ന് സങ്കല്പിക്കാം. നിങ്ങൾ ഓരോ സ്റ്റുഡൻസ് ഓരോ ആർജയാണ്. അപ്പൊ നമ്മളുടെ ഓരോ ക്ലാസ്സുകളും ഇനി വരുന്ന അടുത്ത ക്ലാസ്സുകളിലൊക്കെ എന്താണ് നമ്മൾ യോഗ, സൈൻ ഇൻ ആൻഡ് സൈൻ ഔട്ട്. അതായത് ഈ ക്ലാസ് തീരുന്നതിന് മുമ്പ് എന്താണ് ഒരാൾ സൈൻ ഔട്ടും പറഞ്ഞിരിക്കണം. ക്ലിയർ ആവുന്നില്ല? ബോക്സ് ആണോ ക്ലിയർ ആവാത്തത്? ഇപ്പൊ പ്രസന്റഡ് ബൈ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പേര് പറയില്ല, അതാണോ ഉദ്ദേശിക്കുന്നത്? സൈൻ ഇൻ ബൈ. സൈൻ ഇൻ ഉദ്ദേശിക്കുന്നത് അതാണ് കേട്ടോ. സൈൻ ഔട്ട് എന്ന് പറയുമ്പോൾ സൈൻ ഔട്ട് നമ്മളത് ക്ലോസ് ചെയ്ത് പോവുകയാണ്. പ്രോഗ്രാം കഴിഞ്ഞ് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പൊ അതിന് മുമ്പ് എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ പറയാം കേട്ടോ. ഓക്കെ, നിങ്ങളുടേതായ രീതിയിൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. പോസിറ്റീവ് എനർജി ഉള്ള എന്തെങ്കിലും ഒരു ക്ലോസ് പറയാം. പോസിറ്റീവ് എനർജി ഉള്ള എന്തെങ്കിലും കോട്സുകളോ പ്രോവർബുകളോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് അതുപോലത്തെ അങ്ങനെയാണോ? പക്ഷെ സൈൻ ഔട്ടും സൈൻ ഇനും പറയണം കേട്ടോ. ആളുടെ പേര് വെച്ച് പറയണം. ആർക്ക് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഗ്രൂപ്പിൽ ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാം. മാം എന്താണ് പറഞ്ഞത്? ഇപ്പോഴാണ് ക്ലിയർ ആയില്ലായിരുന്നു. ഒന്നുകൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? നമ്മള് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു ബ്രീത്തിങ് എക്സസൈസ് പറഞ്ഞല്ലേ, അതുപോലെ തന്നെ നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സൈൻ ഇൻ ചെയ്യണം.
സൈൻ ഇൻ ചെയ്യാന്ന് വെച്ചാൽ പറയാണ് കേട്ടോ. ഏതെങ്കിലും ഒരു കോഡ്സ് പറയാം, ആളുടെ പേര് വെച്ചിട്ട് ഇത് നിങ്ങളാണ് പ്രസന്റ് ചെയ്യണമെന്ന് പറയുന്നത്. സൈൻ ഇൻ ബൈ ആരാണ്? ഇപ്പൊ സജിനി ആണെങ്കിൽ സജിനിയുടെ പേര് പറയാം, ഏത് കോഡ്സ് ആണോ, ഏത് പ്രോവർബ് ആണോ, ഏതെങ്കിലും ഒരു ദിവസത്തെ കുറിച്ചുള്ളതോ, അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സും നമുക്ക് അവിടെ പറയാം. ഒരു 2-3 സെന്റൻസ്. മനസ്സിലായോ? നമ്മൾ എന്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു 2 വാക്ക് പറയണം. ഒരു ദിവസത്തെ കുറിച്ച്, ഇന്നത്തെ നമ്മുടെ ദിവസം ഇത്ര മനോഹരമാക്കണമെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? മാം ഒരു എക്സാമ്പിൾ മാം ഇപ്പൊ പറഞ്ഞു ഒരു സൈൻ ഇൻ എന്താണ് പറയുന്നത്? സൈൻ ഇൻ ബൈ അതിൽ കോഡ്സ് പറയാം. ആ കുട്ടി പറഞ്ഞ എന്താണ്? സ്ലോ സ്റ്റഡി വിൻഡ് റൈസ് എന്ന് പറഞ്ഞില്ലേ? സ്ലോ സ്റ്റഡി വിൻഡ് റൈസ് സൈൻ ഇൻ ബൈ ആരാണ്? ആതിര കേസ്. അങ്ങനെ പറയാം. അതാണ് സൈൻ ഇൻ ചെയ്യുന്നത്. സൈൻ ഔട്ട് ചെയ്യുന്ന സമയത്തും അത് നിങ്ങൾ സൈൻ ഇൻ ചെയ്ത് പഠിക്കാം. അത് നമുക്ക് ഔട്ട് പഠിക്കാം. ഓക്കെ. ഔട്ട് സൈൻ ഔട്ട് ആവുന്ന സമയത്ത് എന്താണ് നമ്മൾ എന്തെങ്കിലും ഒരു കോഡ്സ് പറഞ്ഞത് നിങ്ങൾ അവസാനിപ്പിക്കുക. പിന്നെ ആ കോഡ്സിനെ കുറിച്ചിട്ട് വിവരിക്കണോ? വിവരിക്കൊന്നും വേണ്ട, ഒരു 2 ലൈൻ പറയാം. ഓക്കെ. ഓക്കെ. മലയാളത്തിലാണോ ഇംഗ്ലീഷിലാണോ? മലയാളത്തിലോ ഇംഗ്ലീഷിലോ. ഇംഗ്ലീഷിലായിരിക്കും നിങ്ങൾക്ക് നല്ലത്. എങ്ങനെ വേണമെങ്കിലും അവതരിപ്പിക്കാം. നിങ്ങൾ പറയൂ, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കും. ഓക്കെ. We will try. മിസ് നമ്മൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണോ പറയണ്ടേ? ഓ, ഒരു ടെൻഷനും വേണ്ട. സ്വന്തമായിട്ട് Ma'am, ഒരു ദിവസത്തെ കുറിച്ച് അതുപോലെ proverbs പറയാൻ ഉണ്ടല്ലോ. പറ്റുമോ? യെസ് മാം. ആ, ഞാൻ പറയട്ടെ മാം. കുറിച്ച് ഗോപിക ഇപ്പൊ രാവിലെ എണീക്കും, ഒരു നല്ല മൂഡിലാണ്. ഇന്നത്തെ ദിവസം മനോഹരമാക്കാനായിട്ട് ഗോപികക്ക് എന്താണ് തോന്നുന്നത്? ഇന്ന് തോന്നുന്നത് എനിക്ക് പറ്റുന്നില്ല പറയാൻ. ഫസ്റ്റ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ആണത്. മലയാളത്തിലേക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു റാബിറ്റും ടോർട്ടൈസിനെ പറ്റി നമ്മളൊരു സ്റ്റോറി കേട്ടിട്ടുണ്ടോ? പതിയെ പോയാൽ റൈസ് എന്താ പറയാ, ഓട്ടപ്പന്തയം വിൻ ചെയ്യാം. അപ്പൊ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. നമുക്ക് മെല്ലെ പോയാൽ അങ്ങനെ പറയാം കേട്ടോ. ഓക്കെ. മനസ്സിലായോ? ഓക്കെ. മാം ഞാൻ പറയട്ടെ. കേട്ടോ, ഓരോരുത്തർ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ വരുന്നത് തേഴ്സ്ഡേയുടെ സമയമുണ്ട് നമുക്ക്. മാം ഞാൻ പറയട്ടെ. എന്താ ജെറീന അയച്ചേക്കണുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഈ ടോപ്പിക്കും വെച്ച് ഇങ്ങനെ അതിന്റെ കാരണങ്ങളൊക്കെ പറയുമ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ഡ്രസ് ഇല്ലാതെ പോയില്ലേ? ഇത് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ കൊണ്ടുവരണ്ടേ? ലൈവില് കൊണ്ടുവരണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മള് മാം ഞാൻ പറയട്ടെ. പറഞ്ഞോളൂ. മാം, early to bed, early to rise, wake a man healthy and wise. സൈൻ ഇൻ പറ. Early to bed, early to rise, wake a man healthy and wise. Signing by Deepika എന്ന് പറയാം. Sign in by Deepika. Yes. ഓക്കെ. ഇത് കഴിയുമ്പോ ആരെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ സൈൻ ഔട്ട് ഒന്ന് പറയണോ കേട്ടോ, ക്ലാസ് തീരണിക്കുമ്പോ. Okay. ഓക്കെ. നമ്മള് ഹെൽത്ത് ചെക്കപ്പിന്റെ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് അല്ലേ? ഓക്കെ. Yes. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? സേഫ്റ്റി. സുരക്ഷ. ആരെ കുറിച്ചുള്ള സുരക്ഷയെ കുറിച്ചിട്ടാണ് അവിടെ പരാമർശിക്കുന്നത്? ആരെ കുറിച്ചായിരിക്കാം? കുട്ടികളെ. കുട്ടികളെ കുറിച്ച്. ഒരാളൊന്ന് വായിച്ചു വായിക്കേട്ടോ. ലിൻസി സാബു. Capable provisions of the safety. Capable provision for the safety of children at home or outside is an accept not to be delayed. Keeping medicines, chemicals, and other dangerous items out of reach of children. Keeping electrical wires insulated and putting away broken pieces of glass. Cleaning of spilled water or oil on the floor, etc. are important steps towards safety. First aid measures should be available instantly. Moreover, care should also not be allowed to play risky games or burn fireworks alone. Safety measures should also be taken even when they travel by vehicles to
and from school. യെസ്. ഓക്കെ. അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ചിട്ടുള്ള കുട്ടികൾക്ക് വേണ്ട ഏതെല്ലാം തരത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സുകളൊക്കെയാണ് അല്ലെ, ഇതിൽ നിന്നൊക്കെയാണ് നമ്മൾ സംരക്ഷിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പൊ കുട്ടികളുടെ സുരക്ഷ എന്ന് പറയുന്നത് എന്താണ്, വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലെ. അതെ. സേഫ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് വളരെ അത്യാവശ്യമാണ്. കുഞ്ഞുങ്ങൾ മാത്രമല്ല, മുതിർന്നവർ എന്താണ് എപ്പോഴും നമ്മൾ സേഫ് ആയിട്ടിരിക്കുന്നത്, സേഫ് സോണിൽ ഇരിക്കുന്നതാണ് നമുക്ക് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ അതിൽ തന്നെ യാതൊരുവിധ വീഴ്ചയും വരുത്താനായിട്ട് പാടില്ല. കുട്ടികളുടെ സുരക്ഷയ്ക്ക് യാതൊരു വീഴ്ചയും പറ്റാനായിട്ട് നമ്മൾ ഒരു സാഹചര്യം ഒരുക്കാനായിട്ട് പാടുള്ളതല്ല. ഓക്കെ. അപ്പോ ഏതൊക്കെ കാര്യങ്ങളിൽ നിന്നാണ് കുഞ്ഞുങ്ങളെ നമ്മൾ സേഫ് ആക്കേണ്ടത്? ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്? നമ്മുടെ ഹോമുമായി ചുറ്റപ്പെട്ട് അല്ലെ, വീടുമായി ചുറ്റപ്പെട്ട് വരുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് അവിടെ പറയുന്നത്? Capital provision for the safety of children at home or outside. ഹോമും പറയുന്നുണ്ട്, ഔട്ട്സൈഡിലും പറയുന്നത് അല്ലെ. is an accept not to be delayed. Keeping medicines, chemicals and other dangerous items out of reach of children. എന്താണ് അവിടെ പറയുന്നത്? കീപ്പിംഗ് മെഡിസിൻസ്, മരുന്നുകളെല്ലാം കുട്ടികളുടെ കയ്യെത്തും ദൂരത്ത് വെക്കാൻ മരുന്നുകൾ സൂക്ഷിക്കുന്നതും കെമിക്കൽസും മറ്റ് അപകടകരമായ ഐറ്റംസ് എല്ലാം കുട്ടികൾക്ക് റീച്ച് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തായിരിക്കണം. എന്താണ് അവിടെ പറയുന്നത്? നമ്മുടെ മരുന്നുകൾ സൂക്ഷിക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ കയ്യെത്താത്തതായിരിക്കണം ഇതൊക്കെ നോക്കി വെക്കേണ്ടതും. പിന്നെന്താണ്? കെമിക്കൽസും അതർ ഡേഞ്ചറസ് ഐറ്റംസ്. അതർ ഡേഞ്ചറസ് ഐറ്റംസ് എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാണ്? കത്തി, കത്തി, കത്രിക, ചോക്ക്, ഫിനോയില്, ഡെറ്റോൾ, ഉറച്ചോക്ക്, എലിവേഷം, വളം, കീടനാശിനികളുടെ വളം, ഹാർപ്പിക്ക്. ഓരോ പോയിന്റ്സ് ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കാം. അപ്പൊ ഓരോരുത്തർ സംസാരിക്കാം. ഓക്കെ. കെമിക്കൽസ് ആൻഡ് അതർ ഡേഞ്ചറസ് എന്ന് പറഞ്ഞേ ഏത് ഐറ്റംസ് ഒക്കെയാണത്? ഉറുമ്പുപൊടി, ഉറുമ്പുപൊടി. വെരി ഗുഡ്. മണ്ണെണ്ണ, ഫെർട്ടിലൈസേഴ്സ്, കൊതുകുതിരി, കീടനാശിനികൾ, കീടനാശിനികൾ, ഫിനോയിൽ, തീപ്പെട്ടി, ലോഷൻസ്. ഓക്കെ. അപ്പൊ ഇത്തരം സാധനങ്ങളൊന്നും തന്നെ എന്താണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈ എത്തുന്നിടത്ത് നിന്ന് മാറ്റി വെക്കണം അല്ലേ. അപ്പൊ എന്താണ് ഇതൊക്കെ മെഡിസിൻസുകളും മാറ്റി വെക്കണം. മെഡിസിൻസുകളും. ഓക്കെ. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് അറിയില്ല അല്ലെ, ഇതൊക്കെ ചിലപ്പോ എന്താണ് കഴിക്കാം, അല്ലെങ്കിൽ എന്താണ് അത് എടുത്താൽ തന്നെ കെമിക്കൽസ് ഒക്കെ ചിലപ്പോൾ കൈകൊണ്ട് എടുത്താൽ തന്നെ എന്താണ് പൊള്ളലേൽക്കാനായിട്ടും സാധ്യതയുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നും അവരുടെ കൈ എത്തുന്ന സ്ഥലത്ത് നിന്നും മാറ്റി വെക്കുക അല്ലെ. യെസ്. മണ്ണെണ്ണ അല്ലെ, മണ്ണെണ്ണ ഏറ്റവും വലിയൊരു അപകടം ചെന്നൊരു വസ്തുവാണ് അല്ലെ. അതുപോലെ തന്നെ വെളിച്ചെണ്ണ അല്ലെ. കുഞ്ഞുങ്ങളിപ്പോ അടുക്കളയിലൊക്കെ കയറി ചെന്നിട്ട് പെട്ടെന്ന് തന്നെ എന്താണ് കൈയൊക്കെ എത്തിച്ച് എന്താണ് കിച്ചണിലെ സ്ലാബിങ്ങനൊക്കെ എന്താണ് അവരിപ്പോ അവരുടെ കൈയെത്താത്ത ഒരു സ്ഥലം ഉണ്ടാവില്ല അല്ലെ. എല്ലായിടത്തും കയറി തപ്പി ഓരോന്ന് വലിച്ചു വാരി താഴേക്ക് ഇടും. എണ്ണയൊക്കെ വീണാലുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കിയേ. വീഴുകയും ചെയ്യും, അവരുടെ നേരത്ത് വീഴുകയും ചെയ്യും. ദെൻ അവരെ എഴുന്നേറ്റതിന് ശേഷം അവിടെ തെറ്റി അവരും വീഴാനായിട്ട് ചാൻസസ് ഉണ്ട്. ഓക്കെ. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട സ്ഥലത്ത് തന്നെ വയ്ക്കുക. നിങ്ങളുടെ കൈയെത്താത്ത സ്ഥലത്ത് തന്നെ അതൊക്കെ സൂക്ഷിക്കേണ്ടത് നമ്മൾ എന്താണ് പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ്. ഓക്കെ. ദെൻ കീപ്പിംഗ് ഇലക്ട്രിക്കൽ വയേഴ്സ് ആൻഡ് ഇൻസുലേറ്റഡ്. Keeping electrical wires and insulator and putting away broken pieces of glass. എന്താണ് പറയുന്നത്? ഫോണിന്റെ ചാർജർ ഒക്കെ, ഫോൺ കുത്തിവെച്ചിരിക്കുന്ന ചാർജർ. ഇലക്ട്രിക്കൽ വയേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? ഫോൺ ചാർജർ, ടിവിന്റെ ഒക്കെ വയറൊക്കെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, അയൺ ബോക്സിന്റെ വയറ്, എക്സ്റ്റൻഷൻ ബോർഡ്, മിക്സിന്റെ സോക്കറ്റ്സുകള്, പിന്നെ മിക്സിയുടെ പ്ലഗ്, ഫ്രിഡ്ജിന്റെ പ്ലഗ്, ഇതിലൊക്കെ എന്താണ് അപകടം ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലെ. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവരവിടേക്ക് പോയി പിടിച്ച് അത് വലിച്ചെന്താണ്
ഷോക്ക് വെക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ് ഏറ്റവും വലിയ അപകടം ഡിസ്കണക്ട് ആയിട്ടുള്ള വയർസ്, ഷോർട്ടേജ് ഉള്ള വയർസ് ആണ് കൂടുതലും ഷോക്ക് വരാൻ ചാൻസ് കൂടുതൽ. ഷോർട്ടേജസ് ഉള്ള വൈറസിൽ നിന്ന് എന്ത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്? ഷോക്ക് അടിക്കാനുള്ള ചാൻസ്. ഷോക്ക് അടിക്കാനായിട്ട് ചാൻസസ് ഉണ്ട് അല്ലെ? അപ്പൊ അതൊക്കെ എന്താണ് അതൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളുടെ ഒന്നും കയ്യെത്താത്തിടത്ത് സേഫ് ആയിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ അയൺ ബോക്സ് അല്ലെ? അയൺ ബോക്സ് ആരെങ്കിലും എന്തെങ്കിലും അപകടം ഉണ്ടായിട്ടുണ്ടോ? അയൺ ബോക്സിൽ പിടിക്കോ? ഇല്ല, അത് സൂക്ഷിക്കേണ്ട കാര്യമാണ് കേട്ടോ. അവർക്ക് അറിയില്ല അത് ചൂടാവുന്ന സാധനമാണെന്നൊന്നും തീരെ കുഞ്ഞു കുട്ടികൾക്കൊന്നും അറിയാൻ ചാൻസ് ഇല്ല. അപ്പോ അതൊക്കെ അവരുടെ കയ്യെത്താത്ത ഭയങ്കര റിസ്ക് ഉള്ള ഒരു മെറ്റീരിയൽസ് ആണ് ഈ അയൺ ബോക്സുകൾ എന്ന് പറയുന്നത് അല്ലെ? അതുപോലെ തന്നെ എന്താണ് മൊബൈൽ ചാർജർ അല്ലെ? മൊബൈൽ ചാർജർ പൊട്ടിത്തെറിച്ച് ഒരുപാട് കുട്ടികള് അപകടം സംഭവിച്ച് നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുള്ളതാണ് അല്ലെ? യെസ്. അവരെന്താണ് അത് ചാർജർ പ്ലഗ് കുത്തിയിട്ടതിന് ശേഷം എന്താണ് നമ്മൾ തന്നെ ഫോൺ കൊടുക്കും അല്ലെ? അല്ലെങ്കിൽ എന്താണ് അവർ എടുക്കും, പനി ഇട്ടിട്ട് എന്താണ് ചാർജ് ഇട്ടുകൊണ്ടാണ് അവര് ഗെയിം കളിക്കുന്നത് അല്ലെങ്കിൽ വീഡിയോസ് കാണുന്നതും യൂട്യൂബ് കാണുന്നതും എന്താണ് ഈ ഫോൺ ചാർജർ കുത്തിയിട്ടുകൊണ്ടാണ്. പക്ഷെ എന്താണ് അത് ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നുള്ളത് പൊട്ടിത്തെറിക്കാനും അപകടം ഉണ്ടാവാനും ചാൻസസ് ഉണ്ട്. ഓക്കെ, ചിലരിലത് എന്താണ് മരണം വരെ സംഭവിക്കാനും ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്താണ് അത്തരം കാര്യങ്ങളൊക്കെ അവരിൽ നിന്നും ഒഴിവാക്കുക. Then putting away broken pieces of glasses. ഗ്ലാസസിന്റെ പീസസ്, കുപ്പിച്ചില്ലുകളൊക്കെ എന്താണ് ഗ്ലാസ് പൊട്ടിയ മെറ്റീരിയൽസ് പീസസ് ഒക്കെ എന്താണ് അവരുടെ കൈകളിൽ കുത്തിക്കേറി എന്താണ് ചാൻസസ് ഉണ്ട്. അതൊക്കെ നമ്മൾ അവരുടെ അടുത്തുനിന്ന് മാറ്റി വെക്കണം. ഗ്ലാസ് ഐറ്റംസ് അതുപോലെ തന്നെ ഷോക്കേസ് വയ്ക്കുന്ന ഐറ്റംസ് പ്ലേറ്റ്സുകളൊക്കെ എന്താണ് പൊട്ടുന്ന സാധനങ്ങളൊന്നും തന്നെ കുട്ടികളുടെ അടുത്ത് വയ്ക്കാതിരിക്കുക. അതായത് അവരെടുക്കാവുന്ന രീതിയിൽ അത് വെക്കരുത്. അപ്പൊ എന്താണ് ഇങ്ങനെ പൊട്ടുന്ന സമയത്ത് എന്താണ് അവര് വേഗം വന്ന് അത് എടുക്കും. അതെന്താണ് കയ്യിൽ മുറിവുണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ടാവും. അപ്പൊ അത്തരം സാഹചര്യങ്ങള് ഒഴിവാക്കുക. ക്ലീനിങ് ഓഫ് സ്പിൽഡ് വാട്ടർ ഓൺ ഓയിൽ ഓൺ ദ ഫ്ലോർ. എന്താണ് തറയിൽ വീണ വെള്ളവും ഓയിലും ഒക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടെടുക്കും. കുട്ടികൾ അതിൽ വീഴും. യെസ്, അത് ഏറ്റവും വലിയൊരു അപകടമാണ് അല്ലേ? അപ്പൊ നമ്മുടെ ഫ്ലോറൊക്കെ എന്താണ് വളരെ നമ്മളിപ്പോ ഫ്ലോറൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ തന്നെ എനിക്ക് ഇടുന്നു. പക്ഷെ എന്താണ് എന്ത് സംഭവിക്കാം? അവര് തന്നെ കളിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബോട്ടിൽസിൽ നിന്നൊക്കെ വെള്ളം കളഞ്ഞുകൊണ്ട് അവർ തന്നെ തെറ്റിയടിച്ച് വീഴാനായിട്ട് ചാൻസസ് ഉണ്ട്. കുട്ടികൾ മാത്രമല്ല മുതിർന്നവർക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. നമ്മുടെ ബോഡി അകത്തേക്ക് വരുമ്പോഴായിരിക്കും എന്ത് നമ്മളും അതുപോലെ തന്നെ വെള്ളത്തിൽ തട്ടി താഴേക്ക് വീഴാനും ചാൻസസ് ഉണ്ട്. ഓക്കെ, എല്ലാ പിന്നെ മാം പൊട്ടിയ ഗ്ലാസ് ഒക്കെ പുറത്ത് കളയുമ്പോ അത് നല്ല കുപ്പിച്ചില് പോറാതിരിക്കുന്ന രീതിയിൽ കവർ ചെയ്തിട്ട് വേണം കളയാൻ. അല്ലെങ്കിൽ മൃഗങ്ങളുടെയോ അല്ലെങ്കിൽ നമ്മുടെയോ കാലിൽ കുത്തിക്കയറാൻ സാധ്യത ഉണ്ട്. വേറൊരു കാര്യം, വെള്ളം ബക്കറ്റിലൊന്നും നിറച്ച് യാതൊരു കാരണവശാലും ശ്രദ്ധയില്ലാതെ വെക്കരുത്. കുട്ടികൾ ചിലപ്പോ കളിക്കുമ്പോ കാല് വഴുതി അതിലേക്ക് നമ്മൾ കാണാതെ വീണ് കഴിഞ്ഞാൽ അതൊരു വലിയൊരു അപകടത്തിന് വഴിയൊരുക്കും. അപ്പൊ നമ്മൾ എന്താണ് ഇപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ തന്നെ ഇപ്പൊ ഫസ്റ്റ് എന്താണ് ജസ്റ്റ് എന്താണ് ഇപ്പൊ മണ്ണെണ്ണയൊക്കെ എടുത്ത് നെയ്ത്ത് ഒഴിക്കുകയോ അല്ലെങ്കിൽ എന്താണ് തീപ്പെട്ടി കത്തിച്ച് കൈ പൊള്ളുകയോ അല്ലെങ്കിൽ എന്താണ് ചൂടുവെള്ളത്തിലൊക്കെ വീണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തെങ്കിലും പൊള്ളലേൽക്കുകയോ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ വീടിനുള്ളിൽ വെച്ച് ചെറിയ കാര്യങ്ങൾ നമ്മള് സേഫ്റ്റിക്ക് നിഷേധിക്കുന്ന കുറെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാല് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എയ്ഡ് എടുക്കാം. ഹോസ്പിറ്റലിൽ എത്തുന്നതിന്റെ മുന്നേ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ആ സ്പോട്ടിൽ കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ആണ് ഫസ്റ്റ് എയ്ഡ്. ഫസ്റ്റ് എയ്ഡ് മെഷീൻ ഷുഡ് ബി അവൈലബിൾ ഇൻസ്റ്റന്റ്ലി അല്ലേ? എത്രയും പെട്ടെന്ന് തന്നെ പ്രാഥമിക ശുശ്രൂഷ കുഞ്ഞിന് നൽകേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് അത് കൂടുതൽ അപകടത്തിലേക്ക് നയിക്കുന്നതായിരിക്കും. ദെൻ പിന്നെ എന്താണ് പറയുന്നത്? റിസ്കി ഗെയിംസ് ഓർ ബേൺ ബൈ ഫയർ വർക്കേഴ്സ്. എന്താണ് നോട്ട് ബി അലൗഡ് ടു പ്ലേ റിസ്കി ഗെയിംസ് ഓർ ബേൺ ഫയർ വർക്ക്സ് എലോൺ. എന്താണ് പറയുന്നത്?
അപകടകരമായ ഗെയിംസ് ഒന്നും കളിക്കാൻ സമ്മതിക്കരുത്. ആ പിന്നെ എന്താണ് കിടക്കുമ്പോഴൊക്കെ എന്താണ് അതിന്റെ കുഞ്ഞുങ്ങള് എന്താണ് തീ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ കാണിക്കും അവര്? അതിൽ ഓരോന്ന് ഇടാന് പോവും. അപ്പൊ അതിലൊന്നും അയക്കാൻ പാടില്ല. കത്തിച്ചു വെച്ചിലേക്ക് ഓരോന്ന് ഇടാൻ പോവും അതിന്റെ അടുത്തേക്ക്. ഓക്കെ അപ്പൊ അതൊക്കെ പാളി മേത്തേക്ക് ആവാൻ സാധ്യത ഉണ്ട്. മാച്ച് ബോക്സ് യൂസ് ചെയ്യാൻ മാച്ച് ബോക്സ് എടുത്ത് എന്താണ് നമ്മൾ ഉപയോഗിക്കുന്നത് നോക്കി നേരത്തെ നിരീക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും അല്ലെ? അത് കണ്ട് അവര് നമ്മളില്ലാത്ത സമയം നോക്കി എന്താണ് അത് എടുക്കുകയും അത് ഉപയോഗിച്ചിട്ട് എന്താണ് അപകടം ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെയാണ് പടക്കം അല്ലെ? ഏറ്റവും ഡേഞ്ചറസ് ആണ് അല്ലെ പടക്കം? എന്താണ് അത് പൊട്ടിക്കുമ്പോഴും അതുപോലെ തന്നെ എന്താണ് നമ്മളിപ്പോ ചവറൊക്കെ അല്ലെ നമ്മളുടെ വേസ്റ്റുകളൊക്കെ കത്തിക്കുന്ന സമയത്ത് എന്താണ് ഇവരെ അടുത്ത് വന്ന് നിൽക്കുകയും എന്തെങ്കിലും കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ പൊട്ടുന്ന സാധനമായിരിക്കും അതെന്താണ് വലിച്ചെറിഞ്ഞ് ആ തീ ആളിക്കടറാനായിട്ടും ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് ഗ്യാസ് സ്റ്റൗ കത്തിക്കുന്ന സമയത്ത് അല്ലെ ഗ്യാസിൽ സ്റ്റൗ കത്തിച്ചിരിക്കുന്ന സമയത്ത് ആ അടുപ്പിൽ താഴെയുള്ള തീയും കൂടി എന്താണ് ഇവരുടെ കയ്യിൽ കിട്ടുന്ന എന്ത് സാധനമാണെങ്കിലും എന്താണ് ഇതിനുള്ളിൽ വെച്ചിട്ട് അവരെ കത്തിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോഴും എന്താണ് അപകടം ഉണ്ടാകാനായിട്ട് ചാൻസസ് ഉണ്ട്. ഓക്കെ റിസ്കി ഗെയിംസുകൾ എന്നൊക്കെ പറയുന്നത് എന്താണ്? റിസ്കി ഗെയിംസ് എന്ന് പറയുന്നത് എന്താണ്? ഓടി കളിക്കുക, പിന്നെ ചാടൂലെ മതിൽമലൊക്കെ കേറി ചാടി കളിക്കുക, അതൊക്കെ അപകടം. മരത്തിൽ കയറി വട്ടം കറങ്ങൂല ഇങ്ങനെ രണ്ടുപേരുടെ കൈ പിടിച്ചിട്ട് കറങ്ങി കറങ്ങി അവർക്ക് നിൽക്കാൻ പറ്റില്ല. തല ആ സമയത്ത് ഇടിച്ചു വീഴാനായിട്ടുള്ള ചാൻസസ് ഉണ്ടാവും. അതായത് അവര് ജനൽപ്പാളികളിൽ വലിഞ്ഞു കയറുക, പിന്നെന്താണ് ഒന്നും ഉണ്ടാവില്ല അല്ലെ? ടെറസിന്റെ മുകള്, അതുപോലെ തന്നെ എന്താണ് കട്ടിലിന്റെ മേലെ, സെറ്റിയുടെ മേലൊക്കെ എന്താണ് അങ്ങനെ ചാടി മറിഞ്ഞൊക്കെ ഉള്ള കളികളായിരിക്കും അല്ലെ? മൊത്തത്തിൽ അവരുടെ ബോഡി എന്താണ് ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയിരിക്കും. ഒരിടത്ത് അടങ്ങിയിരിക്കാത്ത ഒരു ക്യാരക്ടർ ആയിരിക്കും മിക്ക കുട്ടികളിൽ അല്ലെ? റെസ്റ്റ്ലെസ് ആയിട്ടുള്ളൊരു ബോഡി ആയിരിക്കും അവർക്ക്. എപ്പോഴും എന്താണ് റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. മിക്ക കുട്ടികൾ എന്താണ് അറ്റം വരെ കയറും അല്ലെ? ജനലിന്റെ മുകളിൽ അറ്റം വരെ കയറി ചിലപ്പോൾ ഫാനിന്റെ കൈ വരെ എത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. മുകളിലായിരിക്കും ഫാൻ, അത് തൊടാൻ വേണ്ടിട്ട് അതിന്റെ ലീഫ് തൊടാൻ വേണ്ടിയിട്ട് അത്രയും അക്രമാസക്തമായിട്ട് എന്താണ് ഗെയിംസ് ഒക്കെ കളിച്ച് അപകടം ഉണ്ടാക്കുന്ന കുട്ടികളുണ്ട്. മുകളിലേക്ക് ഈസി ആയിട്ട് കയറി പോകും, പക്ഷെ എന്താണ് അവർക്ക് താഴത്തേക്ക് ഇറങ്ങാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുപോലെ തന്നെ മരത്തിന്റെ മുകളിൽ അല്ലെ? മരത്തിന്റെ മുകളിലേക്ക് കയറി എന്താണ് ഇപ്പോഴത്തെ കുട്ടികളെ മരത്തിൽ കാണാറുണ്ടോ അല്ലെ? മരത്തിൽ കയറാറുണ്ടോ? ഇപ്പൊ ഒരുപാട് ന്യൂസ് കേൾക്കുന്നത് ഇങ്ങനെ ഷാൾ കഴുത്തിൽ കുരുങ്ങിയിട്ട് മരിക്കുക, കുഞ്ഞു കുട്ടികള് അങ്ങനെയൊക്കെ കേൾക്കണ്ടല്ലോ. ഷാള് കഴുത്തിൽ കുരുങ്ങിയിട്ട് ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട്. ഓക്കെ, അതൊക്കെ റിസ്കി ഗെയിംസിന്റെ ഭാഗമാണ് കേട്ടോ. ഷാള് കഴുത്തി കുരുങ്ങിയിട്ട് എന്താണ് കഴുത്ത് കുരുക്കായി പോവുക, അങ്ങനെ പിന്നെ നീന്തൽ മത്സരമൊക്കെ നടത്തിയിട്ട് എത്ര നീന്താൻ കഴിയുന്ന ആൾക്കാരാണെങ്കിലും മസിൽ കയറിയിട്ടൊക്കെ അപകടം പറ്റലുണ്ട്. അപ്പൊ മുതിർന്നവരില്ലാതെ കുട്ടികൾ ഒറ്റക്ക് അങ്ങനത്തെ പ്രവർത്തികൾക്കൊന്നും പോവരുത്. അപ്പൊ നമുക്ക് അറിയാം എന്തെല്ലാം തരത്തിലാണ് അവർക്ക് അപകടങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ എന്താ ചെയ്യേണ്ടത്? നമ്മള് മുൻകൂട്ടി അത് ഒഴിവാക്കുക അല്ലെ? നമ്മൾ എപ്പോഴും എന്താണ് അലേർട്ട് ആയിട്ടിരിക്കണം അല്ലെ? കുഞ്ഞുങ്ങൾ അത് ചെയ്യും എന്നുള്ള കാര്യത്തില് അവരത് ചെയ്തിരിക്കും അല്ലെ? എന്തായാലും ചെയ്യും, പറഞ്ഞ് മനസ്സിലാക്കുക അല്ലെ? ഇന്നത് ഈ സാധനം ഉപയോഗിച്ചാൽ ഇത്തരത്തിലുള്ള ആഫ്റ്റർ എഫക്ട്സ് നമുക്ക് ഉണ്ടാവും ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാം. പക്ഷെ എന്താണ് അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള കുട്ടികളാണ് അല്ലെ? അവർ അത് ചെയ്ത് നോക്കും അല്ലെ? ഇത് ചെയ്ത് നോക്കിയിട്ട് മാത്രമേ അതിൽ നിന്നൊരു പാഠം പഠിക്കുകയുള്ളൂ. പക്ഷെ എങ്കിലും എന്താ ചെയ്യേണ്ടത്? നമ്മൾ മാക്സിമം പറഞ്ഞു കൊടുത്തിട്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും വരെ ഒഴിവാക്കുകയാണ് വേണ്ടത് അല്ലെ? ഉള്ളിൽ ഒരു ഭയം കൊടുക്കുന്ന വെച്ചാൽ ഒരു കുഴപ്പവുമില്ല, ഒരു ഭയം ഉണ്ടായിരിക്കണം. ഇന്നത്തെ കുട്ടികൾക്കൊന്നും പേടിയൊന്നുമില്ല അല്ലെ? എന്തും ട്രൈ ചെയ്യാനായിട്ട് അവർ റെഡിയാണ് അല്ലെ? അതിന്റെ ബാഡ് എഫക്ട്സിനെ കുറിച്ചിട്ട് അവർ ചിന്തിക്കുക പോലും ചെയ്യില്ല. അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സ് അറിഞ്ഞിരിക്കണം. എന്തൊക്കെ അപകടങ്ങളാണ് നമ്മളുടെ വീടിനകത്തും പുറത്തുമുള്ളതാണുള്ളത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. കൂടുതൽ നമ്മളതില് ബോധവാന്മാരായിരിക്കുക അല്ലെ? ഈ കുഞ്ഞുങ്ങളെ നമ്മള് എന്താണ് വാഹനത്തിലേക്ക് സ്കൂളുകളിലേക്ക് വിട്ടു കഴിയുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് വിടുന്നത്? എങ്ങനെയാണ്? ബൈ സ്കൂൾ ബസ്. ബൈ സ്കൂൾ ബസ്.
അല്ലെങ്കിൽ ഓട്ടോറിക്ഷ അല്ലെങ്കിൽ വാൻ അല്ലേ, എന്താണ് ട്രാവലർ, അങ്ങനെ പല വെഹിക്കിൾസിലായിരിക്കാം, അല്ലെങ്കിൽ പാരന്റ് തന്നെ കൊണ്ടുവന്ന് വിടുന്നുണ്ടാവും അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് വിടുമ്പോഴും അവിടെ കുഞ്ഞെത്തുമ്പോഴും എന്താണ് അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നമ്മളുടെ നമ്മളുടെയും കൂടി ഉത്തരവാദിത്തമാണ്. അപ്പൊ ആ ഒരു കാര്യത്തിനും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ട്രാവൽ ചെയ്യുന്ന സമയത്ത് അല്ലെ, സേഫ്റ്റി മെഷർ ഷുഡ് ആൾസോ ബി ടേക്കൻ വെൻ ദേ ട്രാവൽ ബൈ വെഹിക്കിൾ ടു ആൻഡ് ഫ്രം സ്കൂൾ. ഓക്കെ, സേഫ്റ്റി ഭാഗം നിങ്ങൾക്ക് ഓക്കെ ആണോ? യെസ് മാം. യെസ്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ നിന്നും കുഞ്ഞുങ്ങളെ പിന്തിരിപ്പിക്കുക അല്ലെ, ഇത്തരം അപകടങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ഭാഗം നമുക്ക് നോക്കാം. ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ്. ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ്. ഹാഫ് പാരഗ്രാഫ് ഒരാളൊന്ന് വായിച്ചേ. ഹാഫ് പാരഗ്രാഫ്. ഞാൻ വായിക്കാം മാം. വായിച്ചു. Just like 0 to 3 years age group, the 3 to 6 years old also have their own nutritional needs. A well-nutritioned child has normal weight for height and age, is alert, active, happy, and curious. He sleeps well at night, is not irritable, has a good attention span, and has good hunger and normal bowel movements. His or her eyes are clear, bright, hair normal and lustrous. ഇത്രയും മതി മിസ്. വായിക്കണോ? ഓക്കെ ഓക്കെ, അടുത്ത ആളൊന്ന് വായിച്ചേ. അടുത്ത ആളൊന്ന് വായിച്ചേ. Teeth white and clean, skin smooth, slightly moist and glowing, gums firm and pink, and posture erect. Since nutrients make up each and every cell of the body, keeping up with the nutritional needs becomes important for healthy development of the body and mind. Deficiency, excess or inequality of nutrients cannot only create mild disorders but can even physically disable or kill a person. യെസ്, ഓക്കെ. എന്താണ് അവിടെ പറയുന്നത്? പറയട്ടെ, നിങ്ങൾ പറയോ? ഫുഡ് ആ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും 3 മുതൽ 6 വയസ്സ് വരെ കുട്ടികൾക്കും ഫുഡ് ന്യൂട്രിയൻസ് ഒക്കെ അത്യാവശ്യമാണ്. യെസ്, ഓക്കെ. അതായത് നമ്മുടെ കുഞ്ഞുകാലം തൊട്ട് അല്ലെ, കുഞ്ഞുങ്ങളുടെ ജനിച്ച മുതല് അല്ലെങ്കിൽ 3 വയസ്സിന്റെ കാലഘട്ടത്തിലെ ഏജ് ഗ്രൂപ്പും 3 വയസ്സ് മുതൽ 6 വയസ്സുള്ള കാലഘട്ടത്തിലെ കുട്ടികൾക്കും എന്താണ് പോഷകാഹാരം അത്യാവശ്യമാണ് അല്ലെ, ന്യൂട്രീഷൻ നീഡ്സ് അത്യാവശ്യമാണ് അല്ലെ. ഈ 3 വയസ്സുള്ള കുഞ്ഞുങ്ങളെ പോലെ തന്നെ 6 വയസ്സും വരെ എന്താണ് ഈ ന്യൂട്രീഷൻ ഫുഡ്സിന്റെ ആവശ്യകത ഉണ്ട്. ഓക്കെ, a well-nourished child has normal weight for height and age. അതവിടെ നിൽക്കട്ടെ. നമ്മള് ജനിച്ച ഉടനെ ഒരു 6 മാസം വരെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് നൽകുന്നത്? ഒരു 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് നമ്മളൊരു 6 മാസം വരെ കൊടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? 6 മാസത്തിന് ശേഷം എന്ത് കൊടുക്കുന്നു? നമ്മള് അതേപോലെയുള്ള വീണ ഗോപിനാഥൻ വീണ സോളിഡ് ഫുഡ്സ് ഒക്കെ കൊടുക്കും. സോളിഡ് ഫുഡ്സ്. ഓക്കെ, അതായത് നമ്മൾ 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കും. അതിനുശേഷം നമ്മൾ എന്താണ് കുറുക്കുകളുണ്ട് അല്ലെ, അങ്ങനെ എന്താണ് ചെറിയ ചെറിയ കുറുക്കുകള്, റാഗി പൗഡർ, കായപ്പൊടി അങ്ങനെ തുടങ്ങി പൂവപ്പൊടി അങ്ങനെ പലതരത്തിലുള്ള കുറുക്കുകൾ നമ്മൾ കൊടുക്കും അല്ലെ. ഓക്കെ, ദെൻ അതിനുശേഷം എന്താണ് വെജിറ്റബിൾസുകള് ചെറുതായി വേവിച്ചു കൊടുക്കാൻ തുടങ്ങി അല്ലെ. റോ ആയിട്ട് കൊടുക്കും നമ്മൾ ആ ഒരു കാലഘട്ടത്തില്? വേവിച്ചു കൊടുക്കും. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ് തുടങ്ങിയ ചെറിയ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന അല്ലെ, അതിനകത്ത് ഉടച്ചു കൊടുക്കാൻ പറ്റുന്ന ഫുഡ്സുകളൊക്കെ ഇങ്ങനെ നമ്മള് വേവിച്ചു കൊടുക്കും. ദെൻ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്തൊക്കെയാണ്? ഫ്രൂട്ട് ജ്യൂസ് ആയിട്ടും കൊടുക്കും,
ആപ്പിളൊക്കെ പുഴുങ്ങി കൊടുക്കും. പോമഗ്രാനൈറ്റ് വേവിച്ചിട്ട് പഴം പുഴുങ്ങി ഞെരടിയിട്ടാണ് ഓറഞ്ച് എല്ലാം തൊലി കളഞ്ഞിട്ട് കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 3 ഇയേഴ്സ് വരെ ഏകദേശം ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും നമ്മള് ഫുഡ്സ് ഒക്കെ കൊടുക്കുന്നത്. ഓക്കെ അല്ലേ? പക്ഷെ എന്താണ്, ഇത് കഴിഞ്ഞാലും ഒരു 3 to 6 ഇയേഴ്സ് നമ്മൾ എന്താണ് ഇത്തരത്തിലെ പോഷകാഹാരം വളരെയധികം ശ്രദ്ധിച്ചാണ് കൊടുക്കേണ്ടത്. ഈ ആഹാരം ചിലപ്പോൾ കുറച്ചുപേര് നമ്മൾ 3 വയസ്സ് കഴിയുമ്പോഴേക്കും എന്താണ് അംഗനവാടി അല്ലെങ്കിൽ പ്ലേ സ്കൂൾ ഇപ്പോഴത്തെ കുട്ടികൾ ഒന്നും കഴിക്കൂല മിസ്, ഏതാ പ്രശ്നം? എന്താണ് ഇപ്പത്തെ മക്കളൊന്നും കഴിക്കൂലേ? ഇതൊന്നും കഴിക്കില്ല. അപ്പൊ എന്താണ് നമ്മളെന്താണ് അതിൽ നിന്ന് പിൻവാങ്ങും അല്ലേ? അതായത് അവർക്ക് അത്ര ആ ഒരു 3 വയസ്സ് വരെ കൊടുത്ത കെയർ നമ്മള് പിന്നീട് അങ്ങോട്ട് ന്യൂട്രിയൻസുകള് കൊടുക്കാനായിട്ട് ചിലർക്ക് പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ എന്താണ്, പക്ഷെ അത് കൊടുക്കുന്നത് ഏറ്റവും വലിയ ഡെഫിഷ്യൻസി ആണ് അല്ലേ? അത് കുഞ്ഞിന്റെ ഏറ്റവും വലിയ അതിന്റെ എല്ലാ ബോഡി പാർട്സിനും എന്താണ് പോഷകാഹാരം ലഭിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തിനും അതിന് ഡെഫിഷ്യൻസി കാണിക്കും. വൈറ്റമിൻസിന്റെ ഒക്കെ കുറവ്, വൈറ്റമിൻ ഡെഫിഷ്യൻസി വന്നാൽ എന്താണ് അതിന്റെ എല്ലാ ഭാഗങ്ങളിലും അല്ലെ ഒരു കുഞ്ഞിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ആ ഡെഫിഷ്യൻസി കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ഒരു വെൽ ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഒരു കുട്ടി, എല്ലാ പോഷകാഹാരവും ലഭിക്കുന്ന ഒരു കുട്ടി, അതിന്റെ ബോഡി അല്ലെ ആ കുട്ടി എങ്ങനെയായിരിക്കും, അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളുടെ PDF കൊടുത്തിരിക്കുന്നത്. ഓക്കെ, a well-nourished child has normal weight, height and age. അല്ലേ? ഒരു എല്ലാ പോഷകാഹാരവും കൃത്യമായി നൽകുന്ന ഒരു നോർമൽ കുട്ടിയുടെ വെയിറ്റും ഹൈറ്റും എന്ന് പറയുന്നത് എന്താണ്? നോർമൽ ആയിരിക്കും. നല്ല കൃത്യമായ രീതിയിലുള്ള വെയിറ്റും ഹൈറ്റും ആയിരിക്കും ആ കുഞ്ഞിന് ഉണ്ടായിരിക്കുന്നത്. ഒരിക്കലും അണ്ടർ വെയിറ്റ് ആയിരിക്കില്ല അല്ലേ? കൃത്യമായ ഒരു വെയിറ്റ് ആയിരിക്കും ആ കുഞ്ഞിന് ഉണ്ടായിരിക്കുക. അതിന്റെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള വെയിറ്റും ഹൈറ്റും ഉണ്ടായിരിക്കും. ദെൻ ആ കുട്ടി എങ്ങനെയായിരിക്കും? അലേർട്ട് ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും, ഹാപ്പി ആൻഡ് ക്യൂരിയസ്. എന്താണ് പറയുന്നത്? അത് അലേർട്ടും ആക്റ്റീവും ഹാപ്പി ആണെന്ന് പറയാം. എന്തായിരിക്കും ആ കുട്ടി എന്തായിരിക്കും കാണിക്കുന്നത്? നമ്മൾ ഉത്സാഹത്തോടു കൂടിയുള്ളതും നമ്മൾ പറയുന്നതൊക്കെ ശ്രദ്ധിക്കും. നമ്മൾ വിളിക്കുമ്പോഴൊക്കെ നല്ല ശ്രദ്ധയും നല്ല ആക്റ്റീവും നല്ല സന്തോഷവും പിന്നെ എല്ലാത്തിനും ഒരു താല്പര്യമുള്ള ടൈപ്പ്. ആ കുട്ടി വളരെ ഹാപ്പി ആയിരിക്കും അല്ലെ? ഭയങ്കര ആക്റ്റീവായിട്ട് എനർജറ്റിക് ആയിട്ടായിരിക്കും ആ കുട്ടിയുടെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണം. ആള് ഭയങ്കര ബ്രില്യന്റ് ആയിരിക്കും, ക്യൂരിയസ് ആയിരിക്കും. ഓക്കെ, എന്തുകൊണ്ടാണ് അവന് നല്ല ന്യൂട്രീഷ്യൻസ് ഫുഡ്സുകൾ കിട്ടുന്നതിനാൽ അവൻ ഭയങ്കര എന്താണ് ഹാപ്പി ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. He sleeps well at night. Is not irritable. എന്താണ് ഒരു നല്ല രീതിയിൽ ആഹാരം ലഭിക്കുന്ന കുഞ്ഞാണ്, പോഷകാഹാരം ലഭിക്കുന്ന കുഞ്ഞിന് നല്ല രീതിയിലുള്ള ഉറക്കവും ഒരു എന്താണ് യാതൊരുവിധ ശല്യങ്ങളും ഇല്ലാതെ തന്നെ എന്താണ് കുഞ്ഞിനെ നല്ല രീതിയിൽ ഉറങ്ങാനായിട്ട് സാധിക്കും. കൃത്യസമയത്ത് ഉറങ്ങുവാനും കൃത്യസമയത്ത് ഉണരുവാനും അങ്ങനെ സാധിക്കും. ഉറക്കത്തിന് യാതൊരുവിധ ഡിസ്റ്റർബൻസുകൾ ഉണ്ടാകില്ല. ഓക്കെ, ഹാസ് എ ഗുഡ് അറ്റൻഷൻ സ്പാൻ. അപ്പോ നല്ല രീതിയിൽ കുഞ്ഞ് ഉറങ്ങുന്നത് കൊണ്ട് തന്നെ ആ കുഞ്ഞിന് എന്ത് ലഭിക്കുന്നുണ്ട്? നല്ല രീതിയിൽ ഉറങ്ങുമ്പോൾ എന്താണ്, നല്ലൊരു ഉറക്കം കിട്ടിയാൽ തന്നെ നമുക്ക് എന്താണ് കിട്ടുന്നത്? നമ്മൾ ഉഷാറായിരിക്കും. നമ്മള് ഭയങ്കര ഫുൾ അല്ലേ? പോസിറ്റീവ് മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. നമ്മുടെ അറ്റൻഷൻ, നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിക്കും. And has good hunger and normal bowel movements. എന്താണ്? നല്ല വിശപ്പൊക്കെ ഉണ്ടാവും, ഫുഡൊക്കെ കറക്റ്റായി കഴിക്കും. അഞ്ജന പറഞ്ഞേ. നല്ല ഫുഡെല്ലാം കറക്റ്റ് ടൈമിന് കഴിക്കും, വിശപ്പെല്ലാം ഉണ്ടാവും. യെസ്, എന്താണ് ആ കുട്ടിക്ക് നല്ല വിശപ്പ് ഉണ്ടാവും, എന്താണ് നോർമൽ മൂവ്മെന്റ്സ് ആയിരിക്കും അല്ലെ? നല്ല രീതിയിലുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും ആ കുട്ടിക്ക് ഉണ്ടായിരിക്കുക. ഇനി അവന്റെ his or her eyes are clear and bright. ഇത്തരത്തിലുള്ള വൈറ്റമിൻസ് ഒക്കെ നല്ല രീതിയിൽ എത്തുന്ന കുഞ്ഞിന്റെ കണ്ണുകൾ എങ്ങനെയായിരിക്കും? അതിന്റെ കാഴ്ച എങ്ങനെയായിരിക്കും? ക്ലിയർ ആൻഡ് ബ്രൈറ്റ് ആയിരിക്കും അല്ലേ? നമ്മൾക്ക് എല്ലാ ഗുണങ്ങളുള്ള ഒരു കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഞാനിപ്പോ ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ കുട്ടിയായിട്ട് നമ്മൾ പുറത്തു പോകുന്നു, ഒരു കൊച്ചിനെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്?
നോക്കിയേ എന്ത് ഭംഗിയാണ് അതിനെ കാണാനായിട്ട്. അതിന് കണ്ട അവൻ നല്ലോണം മണ്ണ് നോക്കി വെച്ച് നല്ല മിടുക്കനായിട്ട് ഇരിക്കുന്നുണ്ട്. നീ ഒന്നും കഴിക്കാത്തത് കൊണ്ടല്ലേ നീ ഇങ്ങനെ ഇരിക്കണേന്ന് പറയാറില്ലേ നമ്മള്? ചില സമയത്തൊക്കെ കമ്പയർ ചെയ്യാറുണ്ട്, കമ്പാരിസൺ. നമുക്ക് മറ്റു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എന്റെ മോനെന്താണോ ഇങ്ങനെ ഇരിക്കുന്നത്, കണ്ണരൊന്നും കഴിക്കാത്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇരിക്കുന്നത്. ആ കുഞ്ഞിനൊന്ന് കണ്ടു നോക്കി, എത്ര ഭംഗിയായിട്ടാണ് അവന്റെ കണ്ണും. അവന് കാണാൻ നല്ലൊരു ആരോഗ്യമുള്ള ഒരു കുട്ടി. അപ്പൊ അവൻ എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ അവരുടെ കണ്ണെന്ന് പറഞ്ഞാൽ എന്താണ്, ഭയങ്കര ക്ലിയർ ആയിട്ടും ഭയങ്കര തിളക്കമുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള കണ്ണുകളായിരിക്കും ആ ഒരു നല്ല ന്യൂട്രിയൻസ് കിട്ടുന്ന ഒരു കുഞ്ഞിന്റെ കണ്ണുകൾ എന്ന് പറയുന്നത്. ഹെയർ നോർമൽ ആണ് ലസ്റ്ററസ്. ആ കുഞ്ഞുങ്ങളുടെ ഹെയർ മുടി എന്ന് പറയുന്നത് നോർമൽ ഹെയർ ആയിരിക്കും, വളരെ ലസ്റ്ററസ് എന്ന് വെച്ചാൽ എന്താണ്, തിളക്കമാർന്ന അല്ലെ, നല്ല തിളക്കമാർന്ന മുടി ആയിരിക്കും അതിൻ്റെത്. ഓക്കെ. Teeth white and clean. Teeth white and clean. എന്താണ്, പല്ലുകള് നല്ല വെളുത്ത പല്ലുകളും ക്ലീൻ ആയിട്ടുള്ള പല്ലുകളായിരിക്കും കുഞ്ഞിൻ്റെത്. പറഞ്ഞു നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പല്ലുകൾ എങ്ങനെയാണ്? നല്ല ക്ലീൻ ആണ്, വൈറ്റ്. എന്നും ബ്രഷ്, രാവിലെയും രാത്രിയൊക്കെ ബ്രഷ് ചെയ്ത് ക്ലീൻ ആക്കി. തൊട്ടൊന്നല്ല, കുഞ്ഞു കുട്ടികളെ പല്ലൊന്നും ബ്രഷ് ചെയ്യാത്തോണ്ടൊന്നല്ല, അവർക്ക് കാൽഷ്യത്തിന്റെ ഒക്കെ കുറവുണ്ടാകുമ്പോഴാണ് അവരെ പല്ലൊക്കെ പുഴുപ്പല്ല, ബ്രഷ് ചെയ്യാത്തോണ്ടൊന്നല്ല. ജിഷ്മയുടെ മോക്ക് പല്ല് വരുന്നുള്ളൂ, 2 പല്ലുള്ള. ഓക്കെ, പല്ല് വരുമ്പോ നമുക്ക് തേക്കാം കേട്ടോ. ഇവര് ബ്രഷ് ഇങ്ങനെ വെക്കുന്നുണ്ടാവുള്ളൂ അല്ലെ? കഴിഞ്ഞു, ഇങ്ങനെ വെച്ച് കഴുകി നമുക്ക് കൊടുക്കണേക്കുമ്പോ ബ്രഷ് തിരിച്ചു തരും. ഇങ്ങനെയാണ് പല കുട്ടികളും ബ്രഷ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ അവരെ ആ ശീലം 2 നേരമെങ്കിലും ബ്രഷ് ചെയ്യിപ്പിക്കാനായിട്ട് ശീലിപ്പിക്കുക. ഓക്കെ. ന്യൂട്രീഷൻസും നല്ല ഫുഡ് കഴിക്കുന്നതിലും നമ്മളെ ബോഡിയിൽ അതും പല്ലിന്റെ ഇതിന് എഫക്ട് ചെയ്യും. 2 നേരം പല്ല് തേക്കുന്നതും പല്ലിന് നല്ലതാണ്. മധുരമൊക്കെ കഴിച്ചിട്ട് രാത്രി കിടന്ന നമ്മളെ പല്ലിന് നല്ല കേടാണ്. അപ്പൊ രാത്രി പല്ല് ബ്രഷ് ചെയ്ത് കഴിഞ്ഞാല് ആ മധുരമുള്ളതൊക്കെ നമ്മളെ പല്ലിൽ കുടുങ്ങി കിടന്നതൊക്കെ പോവും. അതുകൊണ്ടും നമ്മളെ പല്ല് ഹെൽത്തി ആയിട്ടിരിക്കും. ഒരു ഹെൽത്തി ആയ ഒരു കുഞ്ഞിന്റെ പല്ലിന്റെ കളർ എന്ന് പറയുന്നത് പ്യുവർ വൈറ്റ് ആയിരിക്കും കേട്ടോ. നല്ല വൈറ്റ് ആയിട്ടുള്ള ക്ലീൻ പല്ലുകളായിരിക്കും കുഞ്ഞിന്റേത് അല്ലെ, നല്ല നിരനിരയായ പല്ലുകളായിരിക്കും കുഞ്ഞിന്റേത്. ദെൻ സ്കിൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, നല്ല സ്മൂത്ത് സ്കിൻ ആയിരിക്കും, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്മൂത്ത് സ്കിൻ ആയിരിക്കും. ഇത്തരത്തിലെ ന്യൂട്രിയൻസ് കൃത്യമായി കിട്ടുന്ന ഒരു കുഞ്ഞിന്റേത്. ഓക്കെ. ദെൻ സ്ലൈറ്റ്ലി മോയ്സ്റ്റ് ആൻഡ് ഗ്ലോയിങ്. സ്കിന്ന് സ്മൂത്ത് ആയിരിക്കുമ്പോ ആളെങ്ങനെയായിരിക്കും കാണാനായിട്ട്? നല്ല ഗ്ലോ ഉണ്ടായിരിക്കും കാണാനായിട്ട് അല്ലെ. കവിളൊക്കെ നല്ല തുടുത്ത്, ചുണ്ടൊക്കെ നല്ല ഭംഗിയായിട്ട്, നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞായിരിക്കും കാണാനായിട്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എല്ലാ വൈറ്റമിൻസും ഉള്ളത് കുഞ്ഞാണെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ. Then gum firm and pink and posture erect. എന്താണ് പറയുന്നത്? ഗംസ്. എന്താണ് ഗംസ്? മോണ ഉറച്ചതും. യെസ്, നമ്മുടെ ഒരു നോർമൽ മോണയുടെ കളർ എന്താണ്? എന്ത് കളറാണ് നോർമൽ ആയിട്ടുള്ള മോണയുടെ കളറാണ്? യെസ്, പിങ്ക് കളറാണ് അല്ലേ. പക്ഷെ എന്തെങ്കിലും ഒരു ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ആ മോണയുടെ കളർ എന്തായിരിക്കാം? ഡാർക്ക് റെഡ് ആവും, ചില സമയത്ത് വൈറ്റ് കളർ വരും. ഒരു ഇളം മഞ്ഞ കളർ അല്ലെങ്കിൽ ഒരു ലൈറ്റ് പിങ്ക്, ഭയങ്കരമായിട്ട് വിളറിയ പോലെ നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ഓക്കെ. അതൊക്കെ എന്തിന്റെ ഡെഫിഷ്യൻസി മൂലമാണ്? വൈറ്റമിൻസിന്റെ കുറവുകൾ മൂലമാണ് അത്തരത്തില് മോണകളിലൊക്കെ കളർ വ്യത്യാസം. അപ്പൊ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, എന്തെങ്കിലും അവരോട് എന്താണ് കണ്ണാടിയിൽ പോയി നോക്കുക, അപ്പൊ ചിരിക്കുമ്പോ മനസ്സിലാവും. അങ്ങനെ എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മോണയിൽ അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. സാന്ദ്ര സെബാസ്റ്റ്യൻ മ്യൂട്ട് ചെയ്യാട്ടോ. അപ്പൊ നമ്മുടെ ശരീരത്തിന് ന്യൂട്രിയൻസ് കിട്ടേണ്ടത് എന്തിനാണ് കൂടുതൽ ഗുണം ചെയ്യുന്നത്? നമ്മളെ ഹെൽത്ത് ആയിരിക്കാനായിട്ട് അല്ലെ. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസിന്റെ അഭാവം മൂലം
എന്താണ് നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് വളരെയധികം ദോഷങ്ങൾ ഉണ്ടാവാനായിട്ട് ചാൻസസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ന്യൂട്രിയൻസ് ഉള്ള കുട്ടി, എല്ലാ പോഷകാഹാരങ്ങളും കിട്ടുന്ന ഒരു കുട്ടിയുടെ ഫീച്ചേഴ്സ് ആണ് നമ്മളിവിടെ പറഞ്ഞത് അല്ലേ? ഓക്കെ, ഇതിന് നേരെ വിപരീതമായിട്ട് ചിന്തിച്ചാൽ മതി. ഇതൊന്നും ഇല്ലാത്തൊരു കുഞ്ഞിനെ അല്ലെ, ഈ എല്ലാ ഡെഫിഷ്യൻസി ഉള്ള കുഞ്ഞിനെ ഇതിന് തിരിച്ചാലോചിച്ചാൽ മതി. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുള്ളൂ. ഈ സ്ലീപ്പ് വെല്ലറ്റ് നൈറ്റ് എന്ന് പറയില്ല, കുഞ്ഞ് ഒരു പോഷകാഹാരക്കുറവുള്ള കുഞ്ഞ് കൃത്യമായിട്ട് ഉറങ്ങും, ഇറിറ്റേറ്റബിൾ ആയിരിക്കും അല്ലെ, അങ്ങനെ കൃത്യമായ രീതിയിൽ ഉറക്കം കിട്ടില്ല, നോർമൽ ഹൈറ്റ് ഉണ്ടാവില്ല, വെയിറ്റ് ഉണ്ടാവില്ല, ആള് അണ്ടർ വെയിറ്റ് ആയിരിക്കും അല്ലെ. ദെൻ പിന്നെന്താണ്, ഭയങ്കര എന്താണ് റെസ്റ്റ്ലെസ് ആയിരിക്കും, ഭയങ്കര ആള് ഭയങ്കര ഇറിറ്റേറ്റബിൾ ആയിട്ട് ആക്റ്റീവ് ആയിരിക്കാം, പക്ഷെ ആള് ഭയങ്കര ഇറിറ്റേറ്റബിൾ ആയിരിക്കും. ദെൻ ഒരു ഗുഡ് അറ്റൻഷൻ, ഉറങ്ങാത്തതിനാണ് കുട്ടിക്ക് ഗുഡ് അറ്റൻഷൻ കിട്ടാതെ വരും അല്ലേ. സ്കൂളുകളൊക്കെ പോയിരുന്ന എന്താണ് അവിടെ പോയിരുന്ന് ഉറങ്ങാനുള്ള ചാൻസസ് വരും, അലസനായിട്ട് ക്ലാസ്സിൽ കുഞ്ഞിരിക്കാനായിട്ട് ചാൻസസ് ഉണ്ടാകുന്നു. അവരുടെ ഐസിനൊക്കെ എന്താണ് വ്യത്യാസം വരും അല്ലേ. നോർമൽ രീതിയിൽ വൈറ്റമിൻസിന്റെ കുറവുകൾ കൊണ്ട് എന്താണ് കണ്ണുകളിലൊക്കെ എന്താണ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകളൊക്കെ ഒന്നും കഴിക്കാത്തതിനാല് കണ്ണുകളിലും അതുപോലെ തന്നെ കാഴ്ച ശക്തിയിലൊക്കെ എന്താണ് എഫിഷ്യൻസി വരാൻ ചാൻസസ് ഉണ്ട്. അവരുടെ നോർമൽ ഹെയർ എന്താണ് നോർമൽ രീതിയിലായിരിക്കില്ല വളരുന്നത്, കൊഴിച്ചിലുണ്ടാകുന്നു, താരനുണ്ടാകുന്നു, അങ്ങനെ പല എഫിഷ്യൻസികളും വരാം. ദെൻ മോണയിലെ കളർ വ്യത്യാസം വരാം, സ്കിന്ന് സ്മൂത്ത് ആയിരിക്കില്ല, ഡ്രൈ ആവാൻ ചാൻസസ് ഉണ്ട്, എന്തെങ്കിലും എന്താണ് ഇൻഫെക്ഷൻസുകളൊക്കെ വന്ന് ഇങ്ങനെ കൈകളൊക്കെ ഇങ്ങനെ പൊട്ടി ചൊറി പോലെയൊക്കെ വരാനായിട്ടും ചാൻസസ് ഉണ്ട്. എന്താണ് സ്കിൻ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്ന രീതിയിലും ഇത് ചാൻസസ് ഉണ്ട്. ഇതൊക്കെ എന്തിന്റെ കാരണത്താലാണ് വരുന്നത്? ന്യൂട്രിയൻസിന്റെ കുറവ് മൂലം അല്ലേ. നല്ല രീതിയിലുള്ള ന്യൂട്രീഷൻ നീഡ്സ് ആ കുഞ്ഞിനെ കിട്ടാത്തതിനാലാണ് ഇത്തരത്തിലുള്ള ഡെഫിഷ്യൻസികൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സുകൾ കുഞ്ഞിന് ഉണ്ടാക്കി കൊടുക്കുക. മിക്കവാറും എന്താണ് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ കുഞ്ഞിനെ കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. കഴിക്കില്ല പക്ഷെ എങ്കിലും എന്താണ് നമ്മള് അത് നിർബന്ധിച്ച് തന്നെ കഴിക്കേണ്ടത്. അവരുടെ ഹെൽത്താണ് നമ്മൾക്ക് എന്താണ് നല്ലൊരു ഹെൽത്ത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് പാരന്റ്സ് എന്ന നിലയിൽ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ നല്ല രീതിയിലുള്ള ഫുഡ്സുകൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ പോഷകാഹാരം കിട്ടാതെ വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? അതിഭീകരം തന്നെയാണ് അല്ലെ. ഒരു കുഞ്ഞിന് നല്ല രീതിയിൽ വളരാനായിട്ട് അതിന് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് ചാൻസസ് കുറയുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ തന്നെ വാച്ച് ചെയ്യുക, എന്തെല്ലാം ഡെഫിഷ്യൻസി അവന് കാണാൻ എനിക്കൊരു ഡൗട്ട്. യെസ് മാം, ഇപ്പൊ നല്ല ന്യൂട്രിയൻസ് നമ്മൾ കൊടുത്താലും ചില കുട്ടികൾ നല്ല ഹെൽത്തി ആയിരിക്കും, പക്ഷെ അത് പാരന്റ്സ് ഇപ്പൊ ഹൈറ്റ് ഇല്ലെങ്കിൽ ആ കുട്ടി ഹൈറ്റ് ഉണ്ടാവില്ല. പാരന്റ്സ് ഭയങ്കര മെലിഞ്ഞിട്ടാണെങ്കിൽ ആ കുട്ടി എത്ര നമ്മൾ ന്യൂട്രിയൻസ് കൊടുത്താൽ ആ കുട്ടി വണ്ണം വെക്കാറില്ല, പക്ഷെ ആ കുട്ടി ഹെൽത്തി ആയിരിക്കും, ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അത് ഇപ്പൊ എന്താണ് ചിലരുടെ ശരീരപ്രകൃതി വ്യത്യാസം ഉണ്ടാവും, പിന്നെ ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ അവരുടെ പാരമ്പര്യത്തിൽ എന്താണ് അച്ഛനമ്മയ്ക്ക് വണ്ണമില്ലെങ്കിൽ, പക്ഷെ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആവണമെന്നില്ല കേട്ടോ. അവരുടെ ജനറ്റിക് ആയിട്ട് മറ്റ് ആർക്കെങ്കിലും എന്താണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ആരോഗ്യമുള്ളവരാണെങ്കിൽ അവർ ചിലപ്പോൾ അതിലേക്ക് പെടാനും ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ എന്താണ് അച്ഛനമ്മയും മെലിഞ്ഞാണ് ഇരിക്കുന്നെങ്കിൽ കുഞ്ഞും മെലിഞ്ഞിരിക്കാൻ ചാൻസസ് ഉണ്ട്. മെലിഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് ആർക്കും എന്താണ് ആരോഗ്യത്തിൽ ഒരു കുറവ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അവര് ഹെൽത്തി ആയിരിക്കും. ചിലപ്പോ എന്താണ് വണ്ണം ഒന്നും എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നുണ്ടാവില്ല, പക്ഷെ ആളുടെ എന്താണ് ആരോഗ്യം ഉണ്ടായിരിക്കും, നല്ല ഹെൽത്തി ബോൺസുകളായിരിക്കും കുട്ടിനെ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ആള് ചിലപ്പോ എന്താണ് നല്ല ഫ്ലറിഷ് ആയിട്ട് നിൽക്കുന്നുണ്ടാവില്ല, ചിലപ്പോ മെലിഞ്ഞ് തന്നെ നിൽക്കും, പക്ഷെ ആളെന്തായിരിക്കും ഹെൽത്തി ആയിരിക്കും കേട്ടോ. പിന്നെ മെലിഞ്ഞ കുട്ടികൾ ഒരുപാട് നമ്മൾ വണ്ണം വെപ്പിക്കാനൊന്നും ശ്രമിക്കേണ്ട. നമ്മളൊരു ഉദാഹരണം പറഞ്ഞപ്പോ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. മാം, ഒരു ഡൗട്ട്. ആ അതെ, നമ്മ കുട്ടികളുടെ പല്ലിൽ ഒരു കളർ വരില്ലേ, അത് പറയും ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ടൈമില് കുട്ടികൾക്ക് ആ പാല് ബ്രസ്റ്റ് മിൽക്കിന്റെ ഒരു കാരമുണ്ട്, അതിരുന്നിട്ടൊരു കളർ വരികയെന്ന് പറയില്ലേ, അത് നമ്മൾ ഈ ന്യൂട്രിയൻസ് കൊടുത്താലും അതിനൊരു ചേഞ്ച് ഒന്നും വരുന്നില്ലല്ലോ? അതിന് ചേഞ്ച് വരുമല്ലോ. വരുന്നില്ലെങ്കിൽ നമ്മൾ ഡോക്ടറെ എത്രയും പെട്ടെന്ന് കാണാം കേട്ടോ. കളർ ഒരുപാട് കൂടുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടിട്ട് അവരെന്താ നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് ഫോളോ ചെയ്യാം. എത്ര വയസ്സുള്ള കുഞ്ഞാണ്? 1 വയസ്സായോ? ഇപ്പൊ ഇല്ല, എന്റെ മൂത്ത കുട്ടിക്ക് ഉണ്ടായിരുന്നു, 2 മക്കൾക്കും ഉണ്ടായിരുന്നു അതുപോലെ. അപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടറും പറഞ്ഞത് അങ്ങനെയാണ്, ബ്രസ്റ്റ് മിൽക്കിന്റെ ഒരു ഇതുണ്ട്, അത് രാത്രിയിൽ കുഞ്ഞുങ്ങൾ പാല് കുടിച്ചു കഴിഞ്ഞാൽ നമ്മള് മോണെ ഒന്നും ക്ലീൻ ചെയ്യുന്നില്ലല്ലോ രാത്രിയില്, അതുകൊണ്ടായിരിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി
നമ്മൾ കുറച്ച് ഹെൽത്ത് ഫുഡ്സിന്റെ കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെ തരത്തിലുള്ള ഫുഡ്സുകളാണ് നമ്മൾ പ്രധാനമായിട്ടും കുഞ്ഞിന് കൊടുക്കേണ്ടത് ഒന്ന് പറയാം, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഏതൊക്കെയാണ്? പ്രോട്ടീൻസ്, സീ ഫുഡ്, മീറ്റ്, എഗ്സ്, ബീൻസ്, നട്ട്സ് ആൻഡ് സീഡ്സ് അല്ലെ. പ്രധാനമായും ഇത്തരം വിഭവങ്ങളാണ് നമ്മൾ കുഞ്ഞുങ്ങളിൽ ഉൾപ്പെടുത്തേണ്ടത്. ഏതൊക്കെയാണ്? പ്രോട്ടീൻസ്, സീ ഫുഡുകള്, മീറ്റ്, എഗ്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ് ആൻഡ് സീഡ്സ്. ഇതൊക്കെയാണ് ഒരു ന്യൂട്രിയൻ ഫുഡ്സ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ന്യൂട്രിയൻസ് ഫുഡ് കൊടുക്കുന്നത് അതിന്റെ ഏജ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അല്ലെ. ഇപ്പൊ 1 വയസ്സുള്ള കുട്ടികൾക്ക് 3 വയസ്സുള്ള കുഞ്ഞിന് കൊടുക്കുന്ന രീതിയിലുള്ള പോഷകാഹാരം നമുക്ക് കൊടുക്കാൻ സാധിക്കുമോ? ഇല്ല, കൊടുക്കില്ല അല്ലെ. ഓരോ ഏജ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അവർക്ക് നമ്മുടെ ന്യൂട്രിയൻസ് ഫുഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എന്ത് ഇംപ്രൂവ് ചെയ്യുന്നു? അപ്പോൾ ഇംപ്രൂവ് ദെയർ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെ. അവരുടെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഇത്തരം ഫുഡുകൾ കൊണ്ട് സാധിക്കുന്നു. ടു ഇംപ്രൂവ് their immune system and feel better. Okay. ഇനി വെജിറ്റബിൾസ്, നമ്മൾ വെജിറ്റബിൾസിന് എടുക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് ഏതെല്ലാം തരത്തിലുള്ള പോഷക ഗുണങ്ങളാണ് നമ്മൾക്ക് തരുന്നത്? വെജിറ്റബിൾസ് കാൽസ്യം, ഫൈബർ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻസ്, ഓക്കെ, മിനറൽസ്, കാൽസ്യം, പ്രോട്ടീൻ. ഓക്കെ. അപ്പൊ എല്ലാ ഡോക്ടേഴ്സും റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണ്? കുട്ടികളെ ഒരു ദിവസം ഏതെങ്കിലും 2 വെജിറ്റബിൾസ് എങ്കിലും കൃത്യമായിട്ട് കഴിച്ചിരിക്കണം. ഡോക്ടേഴ്സ് റെക്കമെൻഡഡ് ദാറ്റ് ചിൽഡ്രൻ ഈറ്റ് 2 vegetables a day. 2 വെജിറ്റബിൾ എങ്കിലും കുഞ്ഞുങ്ങള് കഴിച്ചിരിക്കണം. ഏതൊക്കെ രീതി കഴിച്ചിരിക്കണം എന്നാണ് പറയുന്നത്? ഐഡിയലി 1 cooked. ഐഡിയലി 1 cooked എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരെണ്ണം കുക്ക് ചെയ്തതും then as they are fundamental part of a childhood. പിന്നെ എന്താണ്? ഒരെണ്ണം കുക്ക് ചെയ്യാത്ത രീതിയിൽ, ഒരു വെജിറ്റബിൾ റോ ആയിട്ടും കൊടുക്കണം, ഒരെണ്ണം എന്താണ് കുക്ക് ചെയ്ത രീതിയിലും. അങ്ങനെ 2 വെജിറ്റബിൾ എങ്കിലും ഒരു ഡേ ഒരു കുഞ്ഞ് കഴിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫോളോ ചെയ്യണം. ഇവരത് കഴിക്കുന്നുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്യാം കേട്ടോ. ഫ്രൂട്ട്സിന്റെ കാര്യം വരുമ്പോൾ എങ്ങനെയാണ്? ഏതെല്ലാം ഫ്രൂട്ട്സുകളാണ് അവർക്ക് നമുക്ക് കൊടുക്കേണ്ടത്? പപ്പായ, ആപ്പിൾ, ബനാന, മുസംബി, pomegranate, papaya, orange, banana, banana, pear, avocado, avocado, gooseberry, mango, watermelon, gooseberry, അങ്ങനെ മുസംബി, ചെറിയ ചെറിയ പഴങ്ങള്, പ്ലംസ്, ചെറി, tota, ഫ്രൂട്ട്സ് ആർ എ മേജർ, ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫ്രൂട്ട്സ് ആർ എ മേജർ പാർട്ട് ഓഫ് എ ഗുഡ് ഗൈഡ് പിരമിഡ് അല്ലെ. ഒരു നല്ലൊരു പോഷകാഹാരത്തിന്റെ ആ ഒരു പിരമിഡ് നോക്കുകയാണെങ്കിൽ ഫ്രൂട്ട്സ് എന്താണ്? ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പങ്കാണ് വഹിക്കുന്നത്. വെജിറ്റബിൾസിനെ പോലെ തന്നെ എന്താണ് ഫ്രൂട്ട്സ് കുറച്ചുകൂടി എന്താണ് പ്രധാന പങ്ക് ഒരു കുഞ്ഞിന്റെ ഒരു ന്യൂട്രിയൻ ന്യൂട്രിയൻ ഫുഡിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഫ്രൂട്ട്സ് എന്ന വിഭാഗം എന്ന് പറയുന്നത് അല്ലെ. ഓക്കെ, പ്രോട്ടീൻസ്, ഏതെല്ലാം തരത്തിലുള്ള പ്രോട്ടീൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്? മിൽക്കിലുണ്ട് പ്രോട്ടീൻസ്, പിന്നെ പയറുവർഗ്ഗങ്ങളിലുണ്ട്, എഗ്ഗിലുണ്ട്, മീറ്റ്, കടല, ധാന്യങ്ങളില് സോയാബീൻ, അറിയാം. പ്രോട്ടീൻ ഹെൽപ്സ് ചിൽഡ്രൻ ടിഷ്യൂസ് അല്ലെ. കുഞ്ഞുങ്ങളുടെ ടിഷ്യൂസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനായിട്ട് ഈ പ്രോട്ടീൻസ് അത്യാവശ്യമാണ്. എഗ്സ്, നട്ട്സ്, മീറ്റ്, സോയാബീൻ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള പ്രോട്ടീൻ എവിടെ നിന്നൊക്കെ ലഭിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അത് കൊടുക്കുന്നത് അത്രയും നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ അവരുടെ ബോൺസിനും മസിൽസിനും ഒക്കെ എന്താണ് കൂടുതൽ
ബലപ്പെടുത്താനായിട്ട് ഇത്തരത്തിലുള്ള പ്രോട്ടീൻസുകൾ കൊടുക്കുന്നത് ഉപകാരപ്രദമാണ്. മിസ് എനിക്കൊരു ഡൗട്ട് ഉണ്ടേ. അതായത് ഈ എന്നോടൊരു പീഡിയാട്രീഷ്യൻ ഡോക്ടർ പറഞ്ഞു കേട്ടിട്ടുള്ളതാ, നമ്മൾ ഈ ആപ്പിള് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ പുഴുങ്ങിയിട്ട് കൊടുക്കുന്നതിന് പകരം അതിന്റെ തോല് കളഞ്ഞിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ചുരണ്ടി കൊടുക്കുന്നതായിരിക്കും. അതാവുമ്പോ അതിന്റെ ഗുണങ്ങൾ ഇഷ്ടപ്പെടില്ല. ഇത് ഇങ്ങനെ നമ്മൾ സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കുമ്പോ ആപ്പിൾ പിന്നെ അത് നമ്മൾ ആ തോല് കളയുമ്പോൾ അത് വെള്ളമായിട്ട് പോകുമെന്ന് പറയുന്നു. അതിന്റെ കണ്ടന്റ് എല്ലാം ഇങ്ങനെ വെള്ളമായിട്ട് പോകുമെന്ന് പറയുന്നു. അതിനേക്കാളും നല്ലത് നമ്മള് പച്ച ആപ്പിൾ തന്നെ തോല് കളഞ്ഞിട്ട് ഈ സ്പൂൺ ഉപയോഗിച്ച് അതിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു ഇങ്ങനെ ചുരണ്ടി എടുത്തിട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. എന്താണ് ആപ്പിള് പെട്ടെന്ന് തന്നെ ഡൈജസ്റ്റ് ആവുന്നില്ലേ? പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഫുഡ് തന്നെയാണ് ആപ്പിള്. അപ്പൊ അത് വേവിച്ചു കൊടുത്താറില്ലെങ്കിലും പ്രശ്നമില്ല. ചിലപ്പോ അത് വേവിക്കുന്ന സമയത്ത് അല്ലാതെ അതിൽ നിന്ന് വരുന്ന വെള്ളം ചിലപ്പോ അതിലേക്ക് എന്താണ് ഇറങ്ങാനായിട്ട് ചാൻസസ് ഉണ്ടാവായിരിക്കും. അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഡോക്ടർ അങ്ങനെ പറയുന്നത്. അപ്പൊ എന്താണ് അപ്പൊ അതിലുള്ള ചിലപ്പോ എല്ലാ വൈറ്റമിൻസും പോവാൻ ചാൻസ്. ചൂടാക്കുമ്പോ പല വിറ്റാമിൻസും പോകും ടീച്ചറെ. വൈറ്റമിൻസ് പോകും, ചൂടാക്കുന്ന സമയത്ത് വൈറ്റമിൻസ് പോകും. അപ്പൊ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കാൻ പറയുന്നതായിരിക്കും. അങ്ങനെയായിരിക്കും. അത് കൂടാതെ ഈ 9 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ചോറ് കൊടുക്കുമ്പോ ബീഫ് വേവിച്ചതിന്റെ സ്ട്രോക്ക് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയുന്നു. അപ്പൊ അത് ആ കുട്ടികളുടെ ബോൺസിന് ബലം കൊടുക്കാനും അതുപോലെ ബ്രെയിനിന്റെ വളർച്ചയ്ക്കൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പീഡിയാട്രീഷ്യനെയും ടീച്ചറെ വെച്ച് കമ്പയർ ചെയ്യരുത്, വെറുതെ പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ഡോക്ടേഴ്സ് എന്താണ് നിർദ്ദേശിക്കുന്നത് അത് നമുക്ക് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പിന്നെന്താണ് പ്രോട്ടീൻ പറഞ്ഞു, പിന്നെന്താ ഉള്ളത് ന്യൂട്രീസ് ആയിട്ടുള്ള ഫുഡ് ഏതാണ്? ഗ്രെയിൻസ് പറഞ്ഞു നിങ്ങൾ. ഗ്രെയിൻസ് ഏതൊക്കെ ഗ്രെയിൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്? വീറ്റ്, ഫ്ലോർ, അങ്ങനെ വീറ്റ്, ബ്ലാക്ക് ഗ്രാം, മെയ്സ്, ജോവർ, സകല വീറ്റുകളും പറയും അല്ല, സകല പയറുവർഗ്ഗങ്ങളും പറയും. നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് പറയും. റാഗിയില് കാൽസ്യം കൂടുതലുണ്ട് ടീച്ചറെ. സൂചി, ഗോതമ്പ്. ഓക്കെ, പിന്നെന്താണ്? പിന്നെ എന്തൊക്കെ പയറുവർഗ്ഗങ്ങൾ അറിയാം? നവധാന്യം, കടല, പയറ്, പരിപ്പ് ഇതൊന്നും കൊടുക്കാറില്ലേ? ഗ്രീൻ പീസ് ഒക്കെ സോയ. നവധാന്യം വാങ്ങാൻ കിട്ടും ടീച്ചറെ. നവധാന്യങ്ങളെല്ലാം കൂടി പൊടിച്ച് മിക്സിയിൽ പൊടിച്ചിട്ട് അതും കുറുക്കി കൊടുക്കുന്നവരുണ്ടാവും അല്ലേ? ഓക്കെ, നവര എന്ന് പറയുന്നത് അതൊരു നെല്ലാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കറിയാം. അപ്പൊ എന്തൊക്കെയാണ്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻസ്, ഗ്രെയിൻസ് ഒക്കെയാണ് ഒരു കുഞ്ഞിന്റെ ന്യൂട്രീഷ്യൻസ് ലെവല് ഹൈ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഒരു ബാലൻസ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്താൽ മാത്രമേ ഒരു കുഞ്ഞ് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്തരത്തിലുള്ള ഫുഡ് മെറ്റീരിയൽസ് നമ്മൾ വലിയ ഫോളോ ചെയ്യുക. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഗ്രെയിൻസും പ്രോട്ടീൻ അടങ്ങുന്ന ഭക്ഷണങ്ങളും ഡെയിലി ലൈഫിൽ ഒരു ഡെയിലി റുട്ടീൻ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുക എന്നാണ് അവിടെ ന്യൂട്രീഷൻ നീഡ്സിൽ വ്യക്തമാക്കുന്നത്. അപ്പൊ ഇതൊന്നും ഇല്ലാത്തൊരു അവസ്ഥയാണെങ്കിൽ എന്താണ്? ആ കുട്ടി ഫിസിക്കലി മെന്റലി ആ കുഞ്ഞിന് എന്തെങ്കിലും ഡിസോർഡേഴ്സ് വരാനായിട്ട് ചാൻസസ് ഉണ്ട്. അപ്പൊ എന്താണ്? ഇത്തരത്തിലുള്ള ഫുഡ്സുകൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, നമ്മളൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒരാളൊന്ന് വായിച്ചേ. എല്ലാവരും നമുക്ക് സമയമില്ല, ഒരാളൊന്ന് വായിച്ചേ. എന്താണ് നമ്മൾ പറഞ്ഞ ആക്ടിവിറ്റി? ഏതായിരുന്നു? റെഗുലർ ഹെൽത്ത് ചെക്കപ്സ്. റെഗുലർ ഹെൽത്ത് ചെക്ക് ചെയ്യുന്ന ഏതൊക്കെ ടെസ്റ്റുകളാണ് അല്ലെ? യെസ്, ഒരാളൊന്ന് വായിച്ചേ. എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും എനിക്കറിയാം അല്ലെ? നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നോക്കിയായിട്ട് വിചാരിക്കാം. പക്ഷെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഒരാൾക്കൊന്ന് വായിക്കട്ടെ. നിങ്ങളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരാൾ വായിക്കട്ടെ കേട്ടോ. ഞാൻ വായിക്കാം. First one, blood pressure test.
measures the pressure in your arteries as your heart pumps and identify the blood pressure levels. എല്ലാരും കേൾക്കുന്നുണ്ടോ? നമ്മുടെ മലയാളത്തിൽ പറയണ നമ്മുടെ പ്രഷർ ലെവൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലഡ് പ്രഷർ ടെസ്റ്റ്. ആർട്ടറിയിലേക്കൂടെ പോകുന്ന ബ്ലഡിന്റെ പ്രഷർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. Then second one, blood sugar test. Measures the amount of glucose in your blood and diagnose diabetes. നമ്മുടെ ബ്ലഡിലെ ഷുഗറിന്റെ ഗ്ലൂക്കോസിന്റെ അളവ് അറിയാനും ഡയബറ്റിസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ്. ദെൻ തേർഡ് വൺ, കൊളസ്ട്രോൾ ടെസ്റ്റ്. അതിന് മറ്റൊരു പേര് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റ് അല്ലെങ്കിൽ ലിപ്പോ പ്രോട്ടീൻ പാനൽ ടെസ്റ്റ്. Measures the levels of cholesterol and triglycerides in your blood to understand your risk of heart diseases, stroke, etc. നമ്മുടെ ഹാർട്ട് ഡിസീസിനും സ്ട്രോക്കിനും ചാൻസസ് ഉണ്ടോ എന്നുള്ളത് അറിയാനാണ് മെയിനായിട്ട് കൊളസ്ട്രോൾ ടെസ്റ്റ്. ദെൻ ഫോർത്ത് വൺ, ഐ എക്സാമിനേഷൻ ഓർ ഫണ്ടോസ്കോപ്പി അല്ലെങ്കിൽ ഒഫ്താൽമോസ്കോപ്പി എന്നും പറയുന്നതിന്. To detect and evaluate symptoms of eye diseases. കണ്ണിന്റെ എന്തെങ്കിലും ഐ ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ അറിയാനാണത്. Then fifth one, dental checkup. To identify any dental issues in their early stages. തുടക്കം മുതലേ ഡെന്റൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ, ഡെന്റൽ കെയറിങ്സ് അറിയാൻ വേണ്ടിയിട്ടാണ് ഡെന്റൽ ചെക്കപ്പ്. Then sixth one, CBC, complete blood count. അതിന് മറ്റൊരു പേരാണ് ഹീമോഗ്രാം ടെസ്റ്റ്. Measures the levels of different types of cells in your blood to assess your overall health. നമ്മുടെ ബ്ലഡിലെ സെൽസുകളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്ന് അറിയാനും നമ്മുടെ ഓവറോൾ ഹെൽത്ത് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CBC. Then seventh one, ECG, electrocardiogram, can help to diagnose heart attacks and irregular heartbeats. നമ്മുടെ ഹാർട്ട് അറ്റാക്കിന്റെ സാധ്യതകൾ, ഇറഗുലർ ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ്സ് ഐഡന്റിഫൈ ചെയ്യാനാണ് ECG. Then eighth one, urine test, can help to diagnose kidney, urinary tract and other diseases. കിഡ്നിക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് അല്ലെങ്കിൽ യൂറിനറി ട്രാക്റ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാനാണ് യൂറിൻ ടെസ്റ്റ്. Then ninth one, stool test, can help to diagnose gastrointestinal conditions like diarrhea and detect parasites. സ്റ്റൂൾ ടെസ്റ്റ് നമുക്ക് ഡയറിയയുടെ എഫക്റ്റ് ഉണ്ടോ, അതുപോലെ തന്നെ പാരസൈറ്റ്സ് സ്റ്റൂളിലുണ്ടോ എന്നൊക്കെ അറിയാനാണ്. Then 10th one, thyroid profile, to evaluate the function of the thyroid gland. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ കൃത്യമാണോ എന്ന് അറിയാനാണ് തൈറോയ്ഡ് പ്രൊഫൈൽ ടെസ്റ്റ്. ഓക്കെ, വെരി ഗുഡ് പിങ്കി. താങ്ക് യു മാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ആരാണ് സൈൻ ഔട്ട് പറയുന്നത്? സുധാ വിജയ് പറഞ്ഞോളൂ. God's love is so wonderful. Sign out, Sudhavi. Okay, very good. Okay, bye. Thank you. Next class കാണാം ട്ടോ. ഇതൊക്കെ വളരെ നന്നായിട്ട് വായിച്ചിട്ട് വരാം ട്ടോ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Thank you. Leave ചെയ്തോളൂ ട്ടോ. Sign out.